Assalamualaikum warahmatullahi. Alhamdulillahi rabbil alamin. Assalatu wassalamu ala asyrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Usalli wa usallimu ala nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമളാനിൻ്റെ മൂന്നിലൊരു ഭാഗം വിട പറഞ്ഞു. ഇനിയുള്ള ദിനരാത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സജീവമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദിവസങ്ങളാണ്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ 10 നോമ്പ് കഴിഞ്ഞപ്പോൾ ശഅബാനിലില്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം റമദാനിൽ കയറി ഈ നോമ്പ് എടുത്തപ്പോൾ വിശപ്പും ദാഹവും സ്വാഭാവികമാണ്. അതല്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശഅബാനിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ നിസ്കാരം നമ്മൾ എല്ലാ കാലത്തും നിർവഹിക്കേണ്ടതാണ്, നിർബന്ധമാണ്. പക്ഷേ അത് നിർവഹിക്കുന്ന രംഗത്ത് ഈ റമളാൻ കയറി വന്നപ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് ഒരു ആത്മാർത്ഥതയും സജീവതയും ഒക്കെ ഉണ്ടായോ എന്നാണ് എൻ്റെ ചോദ്യം. അതേപോലെ നോമ്പെടുത്തതിൻ്റെ പേരിൽ നമ്മൾ എന്തൊരു സംഗതിക്കാണോ നോമ്പ് നമ്മളോട് നോൽക്കണം എന്നാവശ്യപ്പെട്ടത്, അതിൻ്റെ പേരിൽ നോമ്പെടുത്ത് നമ്മൾ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അത് നമ്മൾ നിലനിർത്തുന്നുണ്ടോ? നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പം ഉണ്ടോ? ഇല്ലേ? ഇതാണ് ഈ സമയത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ആലോചിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അതാ നേരായ വഴി. നേരായ വഴിയും നേരായ മാർഗവും മനസ്സിലാക്കിയിട്ട് ആ വഴിയിൽ തന്നെ നമ്മൾ ചലിക്കുന്നുണ്ടോ ഇല്ലേ? നമ്മൾ ചലിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. നമ്മളൊരു ദിവസം 17 തവണ നിർബന്ധമായി നമ്മൾ അള്ളാഹുവിനോട് ഇതാണ് ആവശ്യപ്പെടുന്നത്: ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പടച്ചോനെ, എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ നടത്തണേ, ആ വഴിയിൽ എന്നെ ചലിപ്പിക്കണേ എന്ന് നമ്മൾ ഒരു ദിവസം നിർബന്ധമായി 17 തവണ നമ്മൾ പറയുന്നുണ്ട്. ആ മാർഗ്ഗം ഏതാ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ഔലിയാക്കളുടെ ആ മാർഗമാണത്. ആ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹു കോപിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് വിഭാഗം, ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെയൊക്കെ അള്ളാഹു തആല ശപിച്ച വിഭാഗമാണ്.
അവരുടെ മാർഗത്തിലല്ല, അള്ളാഹു വഴിവേർപ്പിച്ചിട്ടുള്ള വലല്ലാലീൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലും അല്ല. പിന്നെ നേരായ മാർഗത്തിൽ അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ പഠിച്ചോനെ ഞങ്ങളെ വഴി ചേർക്കണേ എന്ന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സും അതിലേക്ക് വരണം. വെറുതെ എങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതണം, ഫാത്തിഹ ഓതുന്നു എന്നതിനപ്പുറം ഇതിൽ പറയുന്നത് എന്താ, ഈ ഫാത്തിഹ സൂറത്തിലൂടെ ഞാൻ എന്താണ് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഇങ്ങനെ മനസ്സ് വെച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ മുമ്പിൽ കണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് നമസ്കരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാ നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് വഴിതെറ്റുക? ഇല്ല, വഴിതെറ്റിപ്പോകും, സ്വാഭാവികമാണ്. അത് മനുഷ്യന്റെ ഒരു പ്രകൃതി അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആയിപ്പോകും. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ ചില തെറ്റുകൾ ചെയ്യാറുണ്ട്. മറ്റ് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നവരിലൊക്കെ ചില തെറ്റുകൾ ഇങ്ങനെ വരും. ഇടങ്ങേറാക്കാൻ പിശാചിങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാം. അതിനൊക്കെയുള്ള മാർഗങ്ങളും വഴികളും ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതങ്ങനെ നിർവഹിച്ചാൽ മതി. പക്ഷെ നമ്മളൊരു തീരുമാനത്തിലെത്തണം. നമ്മൾ ആദ്യമേ ഇപ്പൊ റമദാൻ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ ശഅബാന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറയാം, ഇന്നലെ അപ്പം നോമ്പ് കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നോ നോമ്പ്, ഇതെന്താപ്പത്? കാരണം അത്രയും വേഗം വന്നു. ശരിയാ. എന്നിട്ട് നമ്മളെന്താ ചെയ്തേ? നമ്മൾ അടിക്കലും നരിച്ചുടി എന്ന് ഞങ്ങളെ നാട്ടിൽ പറയാം. ഇവിടെ എന്താ പറയാന്ന് എനിക്ക് ഓർമ്മല്ല. തുടക്കലും അടിക്കലും പിന്നെ കഴുകലും മെഴുകലുമായിട്ട് വീട് വൃത്തിയാക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു, ഭക്ഷണ സാമഗ്രികൾ തയ്യാറാക്കുന്നു. ഒരു മാസത്തേക്ക് മല്ലി മുളക് ഓരോ ഒഴിവില്ല. അതിനേക്കാളൊക്കെ അപ്പുറം വേറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു ബസ് മര്യാദയ്ക്ക് അന്ന് വിളിച്ചാൽ കിട്ടൂലേ? ഒരു ബസ്, ഒരു ടൂറിസ്റ്റ് ബസ് വിളിച്ചാൽ കിട്ടാനില്ല. കാരണം നോമ്പ് വരുന്നതിന് മുമ്പ് ടൂറ് പോകേണ്ടടുത്ത് മുഴുവനും പോയി തീർക്കണം. അതിന് പിന്നെ കുടുംബക്കാർ കൂടി പോണ പോക്ക് വേറെ, ഗെറ്റ് ടുഗദർ നടത്തിയിട്ട് അങ്ങനെ പോണ ഒരു വേറൊരു കൂട്ടത്തിൽ, പിന്നെ മറ്റേ ഒരുപാട് സംഘങ്ങളുണ്ടല്ലോ. ഇതൊക്കെ പോണതൊരു സ്ഥലത്തേക്കാ, എല്ലാവരും പോകുന്നതൊരു സ്ഥലത്തേക്കാ. പക്ഷെ എല്ലാത്തിലും നമ്മൾ എന്താണ് ഒരു കണ്ണിയാണ്. നോമ്പ് വന്നാലേ ഒരു സംഗതി നടക്കൂല. അതിൻ്റെ ഇടക്ക് തലേന്ന് വരെ ആളുകൾ തിരക്കിലാണ്. നോമ്പിൻ്റെ തിരക്കല്ല, ഈ നോമ്പ് വരാൻ പോണതിൻ്റെ മുന്നേ നമ്മളെ തിരക്ക്, അത് നമ്മൾ തീർക്കുക. അതിൻ്റെ ഇടയിൽ വീട്ടിൻ്റെ കാര്യം നോക്കണം, നമ്മളിത് പരിസരം നോക്കണം, പിന്നെ ഭക്ഷണങ്ങൾക്കുള്ള ഒക്കെ നോക്കണം. എല്ലാം പ്രശ്നമാണ്. ഏതായാലും നമ്മളതൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഒരു മാസത്തേക്കുള്ളത്. ഇനി എന്തെങ്കിലും ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്തതൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പം നമ്മൾ ഒരുങ്ങുകയായിരുന്നു. പക്ഷെ ആ ഒരുങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സ് നമ്മൾ എന്തുമാത്രം ഒരുക്കി നിർത്തി, നമ്മുടെ കൽബിനെ നമ്മൾ എങ്ങനെയൊക്കെ റെഡിയാക്കി നിർത്തി, അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ ഇല്ലേ? പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഏത് ഒരു മാറ്റവും ഇപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ഒരു മാറ്റവും ഇല്ല. പഴയ പോലെ തന്നെ ആണെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം ആ പെട്ടിയൊക്കെ പൂട്ടി വെച്ച് നമുക്ക് നമ്മളെ വഴിക്ക് പോകാം. അതിന് നമുക്ക് അനുവാദമുണ്ട്. അതിൻ്റെ ശിക്ഷയും അതിൻ്റെ കുറ്റമൊക്കെ നമ്മൾ വഹിച്ചാൽ മതി. അതിന് നമുക്ക് അനുവാദമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പ് എന്ന് പറഞ്ഞാൽ അസ്സൗമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്, അത് നമുക്കറിയാം. അതേപോലെ നോമ്പ് എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും എല്ലാ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വയം രക്ഷ തേടിയിട്ടില്ലെങ്കിൽ നോമ്പ് എടുക്കണ്ടെന്നാണ് പറഞ്ഞ് വെള്ളം കുടിച്ച് നടന്നോളാൻ. മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ, അന്തംഗമി, അന്തല്ലാണ്ട് ഒരു വിവരവുമില്ല, അനാവശ്യമായ വർത്തമാനങ്ങളും ആവശ്യമില്ലാത്ത വിഷയങ്ങളിലും ഇങ്ങനെ ഇടപെടുകയും അതുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ഒരാവശ്യവുമില്ല. ഒരു ആവശ്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്ത്? അന്നപാനീയങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ
ഇടങ്ങേറാകണോ ഒരു നിർബന്ധവും ആയിരിക്കില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരെ ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിവെക്കാം. ഇനിതാപ്പോൾ സ്കൂള് ഇപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കുട്ടികളൊക്കെ നോമ്പൊക്കെ എടുത്ത് ഒരു സ്കൂളങ്ങ് പോകും. സ്കൂള് കൂട്ടിയോ പിന്നെ ഒരു രക്ഷയില്ല. പരേന്ന് അത് എന്താക്കും, ഞാൻ എന്താക്കും, ഉമ്മ എന്നെ കൊണ്ട് വയ്യ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഈ ശക്തമായ ചൂട് ഒരു ഭാഗത്ത്, പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? പുറത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ ബേജാറാണ്. ഇതിൽ കെണിഞ്ഞ ഞങ്ങളെപ്പോലെയുള്ള ആളുകളാണ്. രാവിലെ തുടങ്ങുക, രാത്രിയാണ് ഞങ്ങളിത് നിർത്തുന്നത്. എവിടെല്ലാം യാത്ര ചെയ്ത് എവിടെല്ലാം പോകുന്നുണ്ട്, നമ്മളിതൊക്കെ അനുഭവിക്കേണ്ടവരാണ്. അപ്പം നോമ്പ് നമുക്കൊരു ചൂടാകണ്ട, ഭ്രാന്താകണ്ട, പ്രശ്നമാകണ്ട. അതിനൊക്കെ അള്ളാഹുത്താല അതിനൊക്കെ ഒരു വഴിയാണ് ഉണ്ടാക്കി തരും. ചില ആൾക്കാർക്ക് ഭ്രാന്ത നോമ്പെടുത്താൽ. ചിലർ പറയും മൂപ്പരോട് അക്ഷരം ഉണ്ടല്ലേ, നോമ്പ് തുറന്നിട്ട് എന്തെങ്കിലും പറയാവുന്ന പുരയിൽ നേരത്തെ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ഏത് ഉണ്ടെന്നാണ് പുരയിൽ വന്നാലും അങ്ങനെ തന്നെ കച്ചറാണ്. ഇപ്പം ഇവിടെ പെണ്ണുങ്ങൾ മാത്രമാണല്ലോ കൂടുതൽ, അതുകൊണ്ട് ആണുങ്ങളെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ചിലവർ പുരയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കച്ചറ, പാത്രമൊക്കെ കാണാൻ ഇങ്ങനെ വായുവിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നു ചില പുരയിൽ. എന്ത് വിചാരിച്ച രൂപത്തിൽ പുരയിൽ നടന്നിട്ടില്ല. ഇവിടുത്തെ കഥ അല്ല ഞാൻ പറയുന്നത്. വീട്ടിൽ വിചാരിച്ച രൂപത്തിലൊന്നും സംഗതികൾ നടന്നിട്ടില്ലെങ്കിൽ പാത്രമൊക്കെ അങ്ങനെ ഏറിയ, ചിലത് പൊട്ടു, ഉച്ചപ്പാടും ബഹളവും. ഇങ്ങനെയൊക്കെ നോമ്പെടുക്കണോ? ഇങ്ങനെ പെരാന്തനായി നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. ഓരോടൊക്കെ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞാൽ മതി. ഏത് നല്ല ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തിട്ട് കയ്യിലങ്ങ് കൊടുക്കുക. ഏത് ഇതങ്ങ് കുടിച്ചോളികൾ എന്ന് പറയാം. ഇതാ നമ്മൾ അങ്ങനത്തെ ആളുകളോട് ചെയ്യേണ്ടത്. അപ്പം നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമയുടെ നോമ്പാണ്. അത് യൗമു സബർ അല്ലെങ്കിൽ സൗമു സബർ, ക്ഷമയുടെ നോമ്പായിരിക്കണം. ഈ മാസം ഷഹ്റു സബർ എന്ന റസൂൽ പഠിപ്പിച്ച് ക്ഷമന്റെ മാസം. അപ്പൊ നമ്മൾ അങ്ങനെ ആകണം. അതേപോലെ തന്നെ നന്മകളുടെ മാസമാണ്, ഷഹ്റുൽ ഇഹ്സാനാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഇതൊക്കെ ഇത്രയൊക്കെ പേരിലൊക്കെ അറിയപ്പെട്ടിട്ട് പോലും നമ്മൾ ഒരുങ്ങി, നമ്മൾ തയ്യാറായി സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കണം എന്ന് നമ്മൾ എന്തുകൊണ്ട് തീരുമാനിക്കുന്നില്ല? അതാ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ നോമ്പ് ഇപ്പം ഇങ്ങനെ നമ്മൾ എണ്ണി തീർക്കുക. അപ്പോൾ 11 എത്ര 13 എൻ്റെ അടുത്ത് എണ്ണം തന്നെയല്ല. അപ്പോൾ ഈ പിന്നെ 13 13. ഇപ്പം ഈ 13, 14 ഇനി എണ്ണൂല. ഇനി ഇങ്ങോട്ട് 18, ഇങ്ങോട്ട് 17, 16 ഇങ്ങനെ നമ്മൾ എണ്ണി ഇങ്ങനെ അങ്ങോട്ട് തീർക്കും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഇരുത്തത്തിന് നിങ്ങളെ കിട്ടുമെന്ന് സംശയമാണ്. കാരണം നമ്മൾ എടുത്തിടത്തോളമുള്ള നോമ്പില്ലേ, നമ്മളിപ്പോൾ എടുക്കുന്ന നോമ്പ് നമുക്ക് എന്ത് ചെയ്യണം? അത് മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും നല്ല സ്ഥലം നമ്മൾ തിരഞ്ഞുപിടിക്കും. തലശ്ശേരി, ഇപ്പം എന്നും തലശ്ശേരി, എന്താട്ടത് ഇതൊന്ന് മാറി വെക്കുക എന്ന് വിചാരിച്ച് ചിലപ്പോൾ കണ്ണൂരിലേക്ക് വിടും. അതല്ലെങ്കിൽ വടകരയ്ക്ക് പോട്ടെ, ഇപ്പോൾ ആ റോഡൊക്കെ വന്നിക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങ് പോന്നിട്ട് എന്ത് ചെയ്യും? എടുത്തിടത്തോളമുള്ള നോമ്പ് അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് നമ്മൾ തിരിച്ചു പോരും. അതാണ് നമ്മളെ പൊതുവായിട്ടുള്ള ഒരു രീതി. അപ്പം നമ്മൾ എന്തായിപ്പോ ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് വഴിതെറ്റിപ്പോ. ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഈ സംഗതിയില്ലേ, ഏത് നേരായ വഴി, ഇത് റസൂൽ പഠിപ്പിച്ച സഹാബികളെല്ലാരെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് റസൂൽ എന്ത് ചെയ്യുന്നത് അറിയോ? നേരെ ഒരു വര വരച്ച്, ഒരു വര ലൈൻ, ക്ലിയർ ആയിട്ടുള്ള ഒരു ലൈന്. ആ വര വരച്ചിട്ട് അതിൻ്റെ ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വര വരച്ച് സഹാബികളെ മുമ്പ് ഇത്. എന്നിട്ട് റസൂൽ പറഞ്ഞ് ഇത് ഈ വര, ഈ ലൈൻ, ക്ലിയർ ഉള്ള ലൈൻ, അത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ വഴി. മറ്റേതൊക്കെ അത് കുറേ കുഫ്റാണ്, കുറേ വിദ്യാത്താണ്, കുറേ അതാണ് ഇതാണ്. ഇത് റസൂൽ എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തത്. ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? സഹാബികൾക്കാ. ആർക്കും ഇത് തെറ്റിപ്പോകുമെന്ന് എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ തന്നെ ഇപ്പൊ നോമ്പ് വന്ന് നിങ്ങളെ കുറ്റപ്പെടുത്താന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടാവും. സത്യത്തിൽ ഈമാൻ്റെ ഒരു വേരിയേഷൻ, ഈമാനിൽ ഒരു വേരിയേഷൻ വരും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ചില കാലത്ത് എല്ലാ യോഗത്തിനും എല്ലാ മീറ്റിങ്ങിനും എല്ലാ ക്ലാസ്സിനും കൃത്യമായി നമ്മൾ വന്നുകൊണ്ടിരിക്കും. ഒരു കാലാണ്, ഒരു സീസൺ. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ തപ്പിയാലും കാണൂല, തെരഞ്ഞു നടന്നാൽ കാണൂല.
ഫോൺ വിളിച്ചാൽ കിട്ടൂല, ബിസിയായി, തിരക്കായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ ഈമാനിൽ വരുന്ന ഒരു വേരിയേഷനാണ്. അല്ല ഈമാൻ യസീദു വയംകുസ, ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കും അല്ലേ, നമ്മളെന്നും നിസ്കരിക്കും. നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഒന്നും നമ്മൾ എന്ത് ചെയ്യൂല, സുന്നത്തൊന്നും നിസ്കരിക്കില്ല, പറഞ്ഞ എങ്ങനെ മാറ്റി കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. എന്നിട്ട് മെല്ലെ നിസ്കാരപ്പായ മടക്കി വെക്കും. അല്ലെങ്കിൽ നമ്മളെ ഇബിലീസ് സമ്മതിക്കില്ല. സാധനം ഒരു വല്ലാത്തൊരു സാധനമാണ് ഇബിലീസിൻ്റെ പെട്ടി എന്നാണ് ഞാനിനി പറയൽ. ഈ പെട്ടി നമ്മളെ സമ്മതിക്കും. നിസ്കാരപ്പായൻ്റെ അടുത്തെങ്ങാനും ഈ സാധനം വെച്ചാൽ പിന്നെ അതിൻ്റെ കഥ പറയണ്ട. നിസ്കരിച്ച് തീർന്ന് സലാം വീട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങ് എടുത്തു നോക്കും. രാഷ്ട്രപതി വിളിച്ചിട്ടുണ്ടോ, അല്ല കലക്ടർ നമ്മളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ നോക്കൂ. ഇതെടുത്ത് നോക്കിയാൽ ഓര് വിളിച്ചിട്ടുണ്ടല്ലേ, അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പിന്നെ നിസ്കാരപ്പായെന്ന് നമ്മൾ മെല്ലങ്ങ് പൊന്തും, നമ്മളറിയൂല. പിന്നെ നിസ്കാരക്കുപ്പായത്തോടെയാണ് പിന്നെ പോവുക. മുറ്റത്തൊക്കെ ഇറങ്ങിപ്പോവും. ഫോണുമായിട്ട് നമ്മൾ മുറ്റത്തേക്കാണ് പോവുക. അതിൻ്റെ ഇടയിൽ ഇവിടെ അസ്തഗ്ഫിറുല്ലാഹ്, ഇവിടെ അൽഹംദുലില്ലാഹ് ഇല്ല, സുബ്ഹാനല്ലാഹ് ഇല്ല. നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് എന്തായി പോവുകയാണ്, നമ്മളങ്ങ് വേറിട്ടു വന്നപ്പോൾ. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മളെ കൊണ്ടുപോകുന്നത് മൂപ്പര ഇബിലീസാ. ഈ ഇബിലീസിന് ഇങ്ങനെ ഒരു പണിയുണ്ട്, നിസ്കരിച്ചെടുക്കണ എടുത്ത് വന്ന് ഇടങ്ങാറാക്കും. ഇനിയിപ്പോൾ ചിലവർ പറയും, ഇന്നിപ്പോൾ എന്നോട് ഒരാൾ വിളിച്ചപ്പം പറഞ്ഞ് ഇന്നലെ രാത്രി കണ്ണിൻ്റെ കൂടെ ചിമ്മിയിട്ടില്ല, ഉറക്കം വന്നിട്ടില്ല. എന്നിട്ടോ എന്താ പറയുക, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഉറങ്ങിയില്ല. എന്നിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടായി ഇടങ്ങാറായി. ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ഗുളികയും കഴിക്കേണ്ട, ഉറക്കിന് ഒരു ചിലർ ഗുളി പിടിച്ച് കളിയും, ഉറക്കുളിക. അതുകൊണ്ട് ആ ഒന്നും ചെയ്യേണ്ട, ഒരു 10 മിനിറ്റ് ഖുർആൻ എടുത്ത് ചോദ്യ, മൊബൈലല്ല ഖുർആൻ തന്നെ എടുത്ത് വെച്ച് മറച്ച് വെച്ചിട്ട് ഓതുക. 11ാമത്തെ മിനിറ്റ് ഇബ്ലീസ് വന്ന് ഉറക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അത് കേട്ടോളാം. അതെപ്പം വേണമെങ്കിലും ഉറങ്ങാൻ പറ്റിയൊരു സംഗതിയാണ്. ഖുർആൻ എടുത്ത് വെച്ചാൽ ഇബ്ലീസ് ഡീല് നല്ലപോലെ കൂട്ടി കൊണ്ടുപോയി അങ്ങ് ഉറക്കും. കാരണം നമ്മൾ നല്ലൊരു പണിയെടുക്കുന്ന നേരത്ത് മൂപ്പര് വന്ന് ഇടങ്ങാറാകും. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ നല്ലപോലെ കരുതണം. നമ്മളെ ഈമാനിൽ ഈ വേരിയേഷൻ വരും, ഈമാനിൽ ഈ ഏറ്റക്കുറച്ചിലുകൾ വരും. അത് വരുന്ന നേരത്ത് നമ്മൾ സ്വയം തന്നെ തീരുമാനിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ മുക്കല്ലിബൽ ഖുലൂബ്, പടച്ചോനെ എൻ്റെ കൽബിങ്ങനെ കുൽബാവും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അള്ളാഹ് അങ്ങനെയാണ്. ആ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാ? അള്ള തന്നെ. ആ അള്ളനോടാണ് നമ്മൾ പറയേണ്ടത്, എന്ത് പടച്ചോനെ എൻ്റെ കൽബിനെ ഉറപ്പിച്ച് നിർത്തണേ അള്ളാ. ഇത് നമ്മൾ ആത്മാർത്ഥമായി നിസ്കരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് വഴിതെറ്റൂല. പണ്ട് ഇബ്ലീസും അള്ളയും തമ്മിലൊരു വാദപ്രയോഗം നടത്തി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഭയങ്കര സംവാദം. ആര്? അള്ളയും ഇബ്ലീസും. സൂറത്ത് ഹിജ്റിലുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ആ വാദപ്രയോഗത്തിൻ്റെ ഒടുവിൽ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ഏതായാലും ഇങ്ങനെ എന്നോനായി, എന്നെ ഇങ്ങനെ വഴി വെച്ചോനായി ഒക്കെ ഉപേക്ഷിച്ചല്ലോ. ആ നിലക്ക് എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, എൻ്റെ ഒരു ഡിമാൻഡ് അത് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. അള്ളാഹ് ചോദിച്ചു, എന്താണ് എൻ്റെ ഡിമാൻഡ്? എനിക്ക് ഖിയാമം വരെ ജീവിക്കണം, അന്ത്യദിനം വരെ എന്നെ ഒന്നും ചെയ്യരുത്, അതുവരെ എനിക്ക് ജീവിക്കണം. അപ്പം അതിനുള്ളൊരു അവസരം തരണമെന്ന് പറഞ്ഞു. ആ ഡിമാൻഡ് അള്ളാഹ് അംഗീകരിച്ചു കൊടുത്തു. ഇലാ വക്തി മാലും, നിർണയിക്കപ്പെട്ട ഒരു ദിവസം സമയം വരെ അള്ളാഹു തആല അത് അനുവദിച്ചു കൊടുത്തു. ആർക്ക്? ഇബ്ലീസ്. അപ്പം ഇബ്ലീസ് പറഞ്ഞു, ശരി, ഓക്കെ അല്ല, കിട്ടിയല്ലോ. പക്ഷെ ഇബ്ലീസ് പറഞ്ഞു, വല ഉഹുബി എൻ്റെ കുമച്ചുമായി, നിന്റെ എല്ലാ അടിമകളെയും എല്ലാ ആളുകളെയും ഞാൻ എന്ത് ചെയ്യും? റെഡിയാക്കിക്കോളും. വൈദ്യുതി ഈ ഇബ്ലീസുമാരുടെ ഒരു യോഗം ഉണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം. അങ്ങക്കറിയോ? ഒരു ഭയങ്കരമായിട്ട് യോഗം കൂടും. രാവിലെ ഒരു ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം എല്ലാവരും വന്ന് മീറ്റിങ്ങാണ്. കാരണം അന്നത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തിട്ട് ഒരുത്തം പറയും, ഞാൻ ഓളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, ഓള് നല്ലോണം ഖുർആൻ ഓദിക്കേണ്ടിടത്ത് ഞാൻ ഓളെ പിത്തനുണ്ടാക്കി. ഓരോരുത്തൻ അത് പറയും. മറ്റോ പറയും, ഇനി ഒരാളല്ലേ, ഞാൻ 2 ആളെ ഇടങ്ങാറാക്കി. എന്നിട്ട് ഇങ്ങനെ പരസ്പരം ഇവർ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന, ഏത് ഓരോ ആവേശം കൊണ്ട് പൊട്ടിച്ചിരിക്കുക. അങ്ങനെയാണ് ആരുടെ സ്ഥിതി? ഇബ്ലീസിന്റെ ഈ സ്ഥിതി. ഇബ്ലീസ് അതിന് വേണ്ടി റെഡിയിൽ നിൽക്കുക. അപ്പോൾ ഈ ഇബ്ലീസിന്റെ കെണിയിൽ പെടാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അള്ളാഹിനോട് ആരും ഇബ്ലീസ് പറഞ്ഞേ, നിന്റെ മുഴുവൻ ആളുകളെയും ഞാൻ വഴിതെറ്റിക്കും. പക്ഷെ ഇബ്ലീസ് അവസാനം ഒരു വാക്ക് പറഞ്ഞേ, ഒരു കൂട്ടരെ മാത്രമേ എനിക്ക് കിട്ടൂല. ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിന്റെ ഇഖ്ലാസുള്ള മനുഷ്യന്മാരെ എനിക്ക് കിട്ടൂല. ഏത്?
നിസ്കരിക്കുന്ന നേരത്ത് ഞാൻ പറഞ്ഞില്ലേ ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ നിസ്കാരത്തിന്റെ ആ ഇരിക്കണ അത്തയ്യാത്തത് ഇരുന്നിട്ട് സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി ഇങ്ങനെ സലാം വീട്ടുമ്പോൾ ഇത് കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത് കാണുന്ന സ്ഥലം അവിടെ വെക്കൂല. ഈമാനുള്ളവരെവിടെ വെക്കുന്ന അപ്പുറത്തെ റൂമിൽ, എടാ തൊട്ടടുത്ത റൂമിൽ സൈലന്റ് ആക്കിയിട്ട് അവിടെ വെക്കും. ഞാൻ ചെർക്കര പള്ളിയിലെ ഖത്തീബ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഇവിടെ പലപ്പോഴും വന്നതാ. അവിടെ കുറച്ച് ഡോക്ടർമാരൊക്കെ ഉണ്ട്, സക്കരിയ ഡോക്ടർ, അതുപോലെ അങ്ങനെ പേരുള്ള നല്ല നല്ല ഡോക്ടർമാരൊക്കെ ഉള്ള സ്ഥലം. ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും എല്ലാ ദിവസവും രാവിലെ സുബൈക്ക്. സുബൈയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടർമാരോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, വർത്താനങ്ങളൊക്കെ. അപ്പം ഞാൻ ചോദിച്ച ദിവസമല്ല, ഈ തോള് വേദനക്കാരും കഴുത്ത് വേദനക്കാരും ഇപ്പം കുറച്ച് അധികം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ തോള് നല്ല നിങ്ങൾ ഈ പറയാല്ലേ മൊയ്പ്പ് എന്നോ, മൊയ്പ്പ് വേദന, തോള് വേദന, തോള് ഇങ്ങനെ കടിയ, കഴുത്ത് കടയ, കണ്ണ് അതിനേക്കാളും വലിയ വേദന, ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ. അപ്പം എന്നോട് ചോദിച്ചു, അല്ല അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്, ഇതെന്താ വിഷയം? ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഒരു ഗവേഷണമാണ്, എൻ്റെ ഒരു പഠനമാണ്, അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടായിരുന്നോ? കഴുത്ത് വേദന ആകുക, കൈ വേദന ആകുക ഇല്ലേ? ആർക്കും ഇല്ലല്ലേ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഞാൻ ഈ അടുത്ത് വേറൊരു സ്ഥലത്ത് നിന്ന് ഇത് ചോദിച്ചപ്പോൾ ഒരു 100-120 ആളുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഒരു 90 ആൾക്കുണ്ട് ഇവിടെ വേദന, പിന്നെ കഴുത്ത് ഇവിടെ അഞ്ചി കൂടെ, ചില നേരം ഇവിടെ വേദന, ഇങ്ങനെ വേദന, കൈ കടിയ, ഇങ്ങനത്തെ ഒക്കെ എടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഏതായാലും അൽഹംദുലില്ലാ അതൊന്നും ഇല്ലെങ്കിൽ സന്തോഷം. അപ്പം ഈ ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇതിൻ്റെ ഗവേഷണമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചാണെന്നാണ്. അപ്പോൾ എന്താ ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഗുളിക കുടിക്കണ്ട, അതിന് മരുന്നാണ്. പെണ്ണുങ്ങൾക്കാണല്ലോ കൂടുതലുള്ളത്. ഡോക്ടറിനോട് പറയാ കൂടുതൽ സ്ത്രീകളാണ് ഈ കേസ് കെട്ടുമായിട്ട് വരല്, ആണുങ്ങൾ അങ്ങനെ വരില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അതും പെണ്ണുങ്ങൾക്ക് തന്നെ നിന്നോട്ടെ, നരകത്തിലും പെണ്ണുങ്ങൾ തന്നെയാണ് കൂടുതലും റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കണ്ട, നരകത്തിലും അധികവും സ്ത്രീകളാണെന്നാണ് ഈ ഹദീസിലുള്ളത്. അതുകൊണ്ട് അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ പറയും അയാളെ നമ്മളൊക്കെ നരകത്തിലാന്ന് പറഞ്ഞു പോയിക്കിനെന്ന് പറയും നിങ്ങൾ. അതിന് കാരണം റസൂലുള്ളാഹി പറഞ്ഞത് അവർ നന്മ ചെയ്താൽ അതിനെ നിഷേധിക്കുക, ഭർത്താക്കന്മാരെന്തോ ഒന്ന് കൊണ്ടു കൊടുത്താലല്ലേ ഭർത്താക്കന്മാർ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർ കാണിക്കുന്നതിന് അവർക്ക് നിഷേധപൂർവ്വം തള്ളിക്കളയുക, ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു വിമുഖത കാണിക്കുക. ചിലവർക്ക് എന്തെങ്കിലും സാധനം തീർപ്പ്, ഇയാളെന്നോ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് തന്നെ സാധനം ആയിരിക്കും പിരിച്ചപ്പെട്ടിട്ട് അത് കൊണ്ടുകൊണ്ടും മാനം പിടിച്ചോ, മുഖെല്ലാം കൂടി കാണാൻ അങ്ങനെ 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 മലക്ക് തീ പിടിച്ചോ. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നല്ലതല്ല. അങ്ങനെയൊക്കെ ഉള്ളവർ സ്വർഗത്ത് കയറൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെയാണല്ല പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീകൾക്കാണ് പോലും ഈ വേദന കൂടുതൽ എന്നും പറഞ്ഞു ഡോക്ടർ. ശരി, അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറോട് നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ എൻ്റെ നിഗമനവും ശരിയാണ്. എന്താ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്? നീ ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട. നമ്മൾ സാധാരണ വീട്ടിൽ കിടക്കലപ്പോഴാണ് ഒരു 9:30, 10, 11 ഇല്ലേ, ഒരു 10. ഇപ്പം നോമ്പിൻ്റെ വീട്, നോമ്പിന് പാവം നിങ്ങൾ നല്ല കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളെ തീരെ നിങ്ങൾ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പെണ്ണുങ്ങൾക്ക് ഉറക്ക് കുറവാണ്, നിങ്ങൾ വീട്ടിൽ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. നോമ്പ് അല്ലാത്തൊരു കാലം ഉണ്ടല്ലോ, 11 മാസം വേറല്ലേ. നമ്മൾ കിടക്കും ഒരു 9:30, 10 അല്ലേ, 10 മണിയാകുമ്പോൾ നമ്മൾ കിടക്കുക എന്ന് വെക്കുക. പാത്രമൊക്കെ പിന്നെ കഴുകി എല്ലാം കൂടി ബാക്കി അടക്കണേ രാവിലെ ചിലത്, അല്ലെങ്കിൽ എല്ലാം കൂടി കഴുകി മോറി എല്ലാം കൂടി വരും, നേരെ സോഫമ്മയിൽ ഇരിക്കും. നമ്മൾ കുറേ നേരം ഇതാണ് വെച്ചിട്ട് ഇതൊന്നും എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ആരൊക്കെ വിളിച്ചിട്ടുണ്ട് വിഷയങ്ങളൊക്കെ നടന്ന്, ഈ അത്യാവശ്യത്തിൽ തിരിച്ചു വിളിക്കേണ്ടവരുണ്ടാവും, ഓരൊക്കെ നമ്മൾ തിരിച്ചു വിളിക്കും അല്ലേ. അതൊക്കെ വിളിച്ച് അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്, എന്തൊക്കെയാ പറയേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലം നമ്മൾ വെക്കും. നമ്മൾ പോവുക, മക്കളെ കിടന്നോളിട്ടോന്നറിയും, ഓരോടും കിടക്കാനാക്കും, നമ്മളും കിടക്കാൻ പോയി കട്ടിന്മ പോയി നമ്മൾ കിടക്കും. വെറുതെ കിടന്ന് കഴിയുമ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ കാണാം കുണു കുണു കുണു. ഏത് ഇതിൻ്റെ ഒച്ചായി കേൾക്കുന്നത് ഫോണ് കുണു കുണു കുണുന്ന്. ഈ കുണു 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 എന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം എടുത്തു നോക്കും അല്ലേ. ആ കിടന്നെടുത്തുനിന്നാണ് നമ്മൾ എടുക്കുക. എടുത്താൽ പിന്നെ ഇടത്തെ കൈ ഇങ്ങനെ നിൽക്കും, വലത്തെ കൈ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇത് തള്ളൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. കണ്ണ് മേപ്പെട്ട് വെച്ച് എന്തോ ഒരു തള്ളൽ തന്നെ. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ സാധനം വീഴുകയെ പൊട്ടിയേ. മൊബൈൽ ഫോണിൻ്റെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേ മാറ്റാത്ത ഫോണിൽ നിന്ന് വളരെ കുറവാണ്. ഡിസ്പ്ലേ മാറ്റാത്ത ഫോൺ വളരെ കുറവാണ്. 90% ആളുകളെ ഫോൺ ഡിസ്പ്ലേ മാറ്റും.
അല്ലെങ്കിൽ വ്യാപിളോട് ഗൾഫിലാണെങ്കിൽ എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞിട്ട് അതങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ നിങ്ങളൊരു ഫോൺ കൊടുത്തേക്കാനാണ് അതെന്തോ ഒരു പിരിശത്തിലേക്ക് വർത്താനോന്നറിയോ. അതൊക്കെ കൂടി പറഞ്ഞ് മൂപ്പരെ സോപ്പ് ഇട്ടിട്ട് വല്ല പാവം ആദ്യം കഷ്ടപ്പെടുകയാണല്ലോ, എന്നാലും വേണ്ടില്ല ഓക്ക് ഒരു ഫോണില്ലാഞ്ഞാൽ പോലെ. അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെണ്ണുങ്ങളെ അങ്ങനെ സ്നേഹിക്കും. അങ്ങനെയാണല്ലോ. നമ്മൾ എന്ത് ചെയ്യും? കടോ കള്ളിയോ വാങ്ങിയിട്ട് വേഗം അയക്കും. അടുത്തവും തുടങ്ങും. ഇത് തന്നെ ഒരു മാസത്തിനുള്ളിൽ അടുത്തവും എന്തെങ്കിലും പറ്റാതൊക്കെ ഒന്നുമില്ല. ചിലത് നേരമ്പഴത്തെ കട്ടിലെ ചോട്ടുന്ന ഫോണ് കിട്ടലേ. ഇത് വീട് പോണത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ തളർന്നു പോവുക. കയ്യും കാലും കഴുത്തും കണ്ണും മൂക്കും മനസ്സതിനേക്കാളപ്പുറം ചത്ത്. കാരണം പിന്നെ നമ്മൾ അങ്ങ് ഉറങ്ങാത്ത ചിലപ്പോൾ എല്ലാം കൂടി വേണം അവിടെ വെച്ചും കാട്ടി ചിലതുണ്ടാവില്ല. അങ്ങനെ ഒരു വെപ്പും വെച്ച് നമ്മൾ ചെയ്യും അങ്ങ് കഴിഞ്ഞു പോകും. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, എന്തെല്ലാം ഉണ്ട്. നമുക്ക് ആയത്തുൽ കുർസി ഓതണം, മുഅവ്വദത്തൈനി ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, അല്ലേ? ഓതിയാൽ മാത്രം പോരാ, ഊതണം. എന്നിട്ട് ശരീരമൊക്കെ തടവീറ്റ് വേണം നമുക്ക് കിടക്കണമെങ്കിൽ. വലത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് വളർത്ത് ജമ്പി എന്നൊക്കെ പ്രാർത്ഥിച്ച്, അല്ലേ? അങ്ങനെ നമ്മൾ കിടന്നുറങ്ങണമെന്നാ നമ്മളോട് പറഞ്ഞേ. അതിന് ഈ പെട്ടി നമ്മളെ സമ്മതിക്കുമോ? നിങ്ങൾ പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞോ മുയിപ്പ് വേദനന്റെ കാരണം? ഇനി വേറൊന്നുകൂടി പറഞ്ഞത്, ഈ ഷുഗർ പേഷ്യൻ്റായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇതൊക്കെ ഞാൻ ഡോക്ടറെ നിങ്ങൾ ക്ലാസ് എടുത്തു തരാൻ വേണ്ടി പഠിച്ചെടുത്തതാ. ഷുഗർ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഒരാളാണ്. പിന്നെ നല്ലോണം ഷുഗർ ഉള്ള ഒരാളാണ്. പിന്നെ എനിക്കറിയാം ഷുഗർ കൂടുന്നുണ്ട് എന്ന്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ കയ്യും കാലും തരിപ്പും തരിക്കും കടിയലൊടുങ്ങും. ഈ ജോയിൻറ്റില്ലേ, കയ്യിൻ്റെ കാലിൻ്റെ മുയിപ്പിൻ്റെ ഇതിൻ്റെ ഒക്കെ ജോയിൻറ്റുകളൊക്കെ വേദന തുടങ്ങും. ഈ വേദന വരുമ്പോൾ നമുക്ക് എന്നെ തീരുമാനിക്കുന്നത് സംഗതി പിടുത്തം വിടുകയാണെന്ന് ഒന്ന് പോയിട്ട് ഒന്ന് കുത്തി പരിശോധിച്ച് നോക്കിയാൽ 350 400. അപ്പോൾ പിന്നെ സന്തോഷമായി, നമ്മൾ വിചാരിച്ച പോലെ ആയല്ലോ. ഇതാണ് ശരി. പക്ഷേ ഈ ഷുഗർ കൊണ്ട് നമുക്ക് ചെറിയൊരു വേദനയേ ഉള്ളൂ. അത് തൽക്കാലം നമ്മളങ്ങനെ നിയന്ത്രിച്ചാൽ ചിലപ്പോൾ വേദന മാറുവേ. ഷുഗർ ഉള്ളവർക്ക് അത് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും ആ വേദന. അതുകൊണ്ട് ആദ്യമേ തന്നെ കരുതിയാൽ ഇതിനൊന്നും ഗുളിയൊന്നും കുടിക്കേണ്ട. ഇത് ഈ ജാതി കുറച്ച് സംഗതികളുണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയാൽ ഈ മുയിപ്പ് വേദന. ഇത് വേറെ പ്രശ്നമുണ്ട്. ഇത് നമ്മളമ്മ തീരുമോ? ഇല്ല. നമ്മളെ മക്കൾ നമ്മളെ കണ്ടിട്ടല്ലേ പിന്നെ എങ്ങനെ ഓല് ഇത് നിലത്ത് വെക്കുമോ? ഇത് വെക്കൂല. ഓല് ചെറുപ്പത്തിൽ തന്നെ കണ്ണട വെക്കാത്ത കുട്ടികളാരാളുള്ളത്? ഇപ്പോൾ എത്ര പെർസെൻറ്റേജാ കമ്പ്യൂട്ടറും ഫോണും നോക്കി തിരിച്ച് മറിച്ച് കണ്ടും കാണാണ്ട്. ഇപ്പൊ കുട്ടികളെ ഫോണ് പ്രത്യേകിച്ച് തീരെ ലേറ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ചാർജ് തീർന്നോണേന് കംപ്ലീറ്റ് ഒഴിവാക്കി ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ അപകട. അപ്പൊ നമ്മൾ സിറാത്തുൽ മുസ്തഖീമാണ് നമ്മുടെ വിഷയം. നമ്മൾ സിറാത്തുൽ മുസ്തഖീമെന്ന് ഇങ്ങനെ വഴി മാറി ചിന്തിക്കുക ഓരോ രംഗത്തും. അതിൽ നമ്മളോട് എന്തെല്ലാം വിട്ടുപോകുന്നുണ്ടെന്നറിയോ? നിർബന്ധമായും ഒരു വിശ്വാസി ഒരു ദിവസം തുടങ്ങേണ്ടത് നേരം വെളുത്ത് കണ്ണ് തുറന്ന്, അല്ലേ, തുറന്ന് ഇങ്ങോട്ട് എണീക്കുമ്പോൾ തന്നെ എന്ത് വേണം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതന. അതാണ് സിറാത്തുൽ മുസ്തഖീമിലെ തുടക്കം. പക്ഷെ നമ്മൾ ഈ ക്ഷീണം കഴിഞ്ഞ് ഇറങ്ങി എണീച്ചിങ്ങാണ്ടി അതിന് നോക്കാൻ നേരില്ല. ചിലവർ നേരം വെളുത്ത് എണീച്ചാൽ ജനലും അപ്പത്തോളം എണീച്ചു നോളി അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി വിളിക്കേണ്ട നിത്യത്തിന് വിളിച്ചാൽ കിട്ടുമെങ്കിൽ ഒക്കെ ഒന്ന് വിളിച്ച് പിന്നെ ലോകിയോ കാര്യോ കഥ ഇന്നലെ രാത്രിയത്തെ വിപ്ലവോ യുദ്ധമോ എന്തൊക്കെയാ പുരയിൽ ഉണ്ടായതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് സമാധാനം. നമ്മൾ നേരം വെളുത്ത് തുടങ്ങിയാൽ രാത്രിയാകുന്നത് വരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയന്ത്രണങ്ങൾ വേണ്ടതുണ്ട്. ആ നിയന്ത്രണ വിധേയമായി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എന്ത്? സിറാത്തുൽ മുസ്തഖീം. അതിൽ നിന്ന് തെറ്റിയാൽ നമ്മൾ അതിന് വഴിമാറി അത് നമുക്ക് തന്നെ ഓർമ്മ വരൂ. ഇപ്പോൾ കൃത്യമായിട്ട് ബാങ്ക് കൊടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ സമയപ്പാ അസ്വലാത്തു അലാ വഖ്തിഹ എന്നാണ് ഉള്ളത്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമ്മൾ ആകെ കൂടി ചെയ്യുന്ന ഒരു ഇബാദത്ത് ഇപ്പോൾ ഏതാണെന്ന് നിങ്ങൾ നിക്കാര. നോമ്പ് കൊല്ലത്തിൽ ഒരു അറിയല്ലേ ഉണ്ടാവും, അല്ലേ? നിക്കാനാ പാകം ചെയ്യുന്നത്. അത് തന്നെ ഇപ്പോൾ സുന്നത്ത് കേൾക്കാനൊന്നും ഇപ്പോൾ നേരമില്ല. പറഞ്ഞു തന്നെ അങ്ങോട്ടാകുമോ നോക്കട്ടെ എന്നാ ഇപ്പോൾ പറയുന്നത്. അത് തന്നെ കയ്യുമില്ല കാലുമില്ല, കുറേ ഇരുന്നും കുറേ നിന്നും ഒക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലായിട്ട് തൃപ്തി അടയാം. പക്ഷേ
അത് വളരെ കൃത്യമായിരിക്കണം എന്നത് നിർബന്ധമാണ്. അതിന് കഥ ഇല്ല. കളാ എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയത് എനിക്ക് ഓർമ്മയില്ല. കളാ വീട്ടിലില്ല. എന്ത് പണിയാണെങ്കിലും അതാണ് വെക്ക. പിയാപ്പിള കുറച്ച് ഇടങ്ങാറായിക്കോട്ടെ, ദേഷ്യം പിടിച്ചോട്ടെ, ചിലപ്പോൾ ഉണ്ടാവും ചോറ് അത് ഇത് സമയം മറ്റേ മറിച്ച് തന്നെ ഇടങ്ങാറുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. 100 എണ്ണം 100 സൈസാ ഉണ്ടാവുക. എന്നാലും അത് നമ്മൾ റെഡിയാക്കി എടുക്കണം. നിസ്കരിക്കാനുള്ള സമയം ബാങ്ക് കൊടുത്ത ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. അസ്സലാത്തു അലാ വക്തിഹ. നിസ്കാരം അതിൻ്റെ സമയത്താണ് നിർവഹിക്കേണ്ടത്. ബാക്കി എന്നിട്ട് ചെയ്തോളിന്. എല്ലാ പണിയും കഴിച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാ നിസ്കാരം. അങ്ങനെയാണ് നമ്മൾ ഈ നിസ്കാരം ഖളായിലേക്ക് എത്തിയത്. ഉച്ചയും കഴിഞ്ഞ് അസറും കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഒരുങ്ങി വരിക, എന്നിട്ട് എല്ലാം കൂടി കൂട്ടി ഒരൊറ്റ അടിയ. അതില്ല, ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. കൃത്യസമയത്ത് അത് നിർവഹിച്ചോളണം. മനസ്സിലായല്ലോ? ഓക്കെ. അത് കൃത്യസമയത്ത് നിസ്കരിക്കണില്ലെങ്കിൽ ഇനി മനസ്സിലാക്കിക്കൊള്ളുക, സിറാത്തുൽ മുസ്തഖീമെന്ന് പോയിക്കിനേന്ന്. എവിടുന്ന് പോയിക്കിനേന്ന്? സിറാത്തുൽ മുസ്തഖീമെന്ന് പിടുത്തം വിട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചോളി. നിങ്ങൾ കേട്ടണോ? ഹൻദല റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹൻദല എന്ന് പറഞ്ഞാൽ നല്ല ഒരു സഹാബിയ. ബാങ്ക് കൊടുത്താൽ പള്ളിയില്ല, ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ ജമാഅത്ത് കൃത്യമായിട്ടുണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹൻദലിനെ കാണുന്നില്ല. നബി ചോദിച്ചു, എവിടെ നമ്മളെ ഹൻദല? ആരോ പറഞ്ഞ് മൂപ്പർക്ക് എന്തോ ഒരു കച്ചവടം ഉണ്ട് ഇപ്പോൾ, നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവില്ലേ, അതിൻ്റെ എന്തോ തിരക്കിലെറ്റാണ് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. സംഗതി ശരിയല്ല. നമുക്കും അങ്ങനെ ചിലപ്പോൾ തിരക്കുക. ഒരു യോഗത്തിന് വിളിച്ചാൽ നമുക്ക് നേരല്ല. ഒരു ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ന്യായം നമുക്ക് പറയാണ്ടാവുക? എന്തെല്ലാം ന്യായം? എന്നാൽ ഒരു ജലദോഷം പിടിച്ചു നോക്കട്ടെ. ഒരു ജലദോഷം പിടിച്ചാൽ നമ്മളെല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഈ ആവേശവും ഉഷാറും ഒച്ചപ്പാടും ബഹളവും എല്ലാം തീരുവ. ചെറിയ ജലദോഷം പിടിച്ചാൽ ഒരു എരമ്പക്കോ മൂളക്കോ എന്തൊക്കെയാ പിന്നെ വരിക എന്ന് പറയാനാകേല. ഇതാ നമ്മളെ സ്ഥിതി. അത്രയല്ലോ നമ്മൾ. ഒരു ജലദോഷത്തിനോ ഒരു വേറൽക്കത്തിനോ നമ്മളില്ല. നമ്മളെ സ്ഥിതി അതാ. ഇയാളെ കച്ചവടത്തിൽ ഇറങ്ങിയപ്പം ഹൻദല റളിയല്ലാഹു അൻഹുവിന് കുറച്ച് ഉഷാറ് കിട്ടി. കച്ചവടം നല്ല പൊടി പൊടിച്ച കച്ചവടം, പൈസ അല്ലേ പിന്നെ ഈശയിലേക്ക് ഉഷാറ്. പിന്നെ ഉണ്ട് നിൽക്കാൻ ആളൊക്കെ എന്ത് കഴിയട്ടെ എന്നാ. പിന്നെ അങ്ങനെ ഇയാളെ കാണില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അങ്ങാടിയിലുണ്ട് ഇയാൾ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കണേ. സ്വന്തം വിളിച്ചു പറയുക ഒരു പരാന്തന്റെ മാതിരി, നാഫക്ക ഹൻദല, നാഫക്ക ഹൻദല. ഹൻദല മുനാഫിക്കായി ആരാ പറഞ്ഞേ? ഹൻദല എന്നെ വിളിച്ചറിയ, ഹൻദല മുനാഫിക്കായി. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്? ഹൻദലക്ക് പിന്നീട് ഒരു ബോധോദയം വരിക. ഞാൻ ആരായിരുന്നു ആദ്യം, ഞാൻ ഇപ്പം എൻ്റെ സ്ഥിതി എന്താണെന്ന് ആർക്ക്? ഹൻദലക്ക് ഓർമ്മ വരിക. ഹൻദലക്ക് ഓർമ്മ വന്ന് ഹൻദല തിരിച്ച് ഈമാൻ, അതാ ഞാൻ പറഞ്ഞ, ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. പിന്നെ കുറഞ്ഞു പോയപ്പോൾ സംഭവിച്ചതാ ഇതൊക്കെ. പിന്നീട് മാറ്റം വന്ന് പ്രാർത്ഥിച്ച് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഞമ്മക്ക് തോന്നുക ഉണ്ടോ? ഒന്ന് പോയാൽ അത് പോയല്ലോ, എന്താക്കാനാ? അപ്പൊ എന്താക്കാനാ? കഴിഞ്ഞ് നമ്മളത് കഴിഞ്ഞ് അല്ലേ? നമുക്ക് ഒരു വക്ത് നഷ്ടപ്പെടുമ്പോൾ ഒരു സങ്കടം വേണ്ടേ? ഒരു വക്ത് നിസ്കാരം നമുക്ക് പോകുമ്പോൾ ഒരു മനസ്സിലൊരു കുത്തു വേണോ? ഒരു 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 അസമയം പോയില്ലേ, പിന്നെ അതെപ്പോഴാ തിരിച്ചു കിട്ടുക? ഏടോ നമ്മളെ ആയുസ്സിലെ ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മളെ ഒരു ദിവസം പോയി. നമ്മൾ എങ്ങനെയോ കഴിച്ചു കൂട്ടുക, സമയം കൊല്ലുക അല്ലേ? നമ്മളുടെ എങ്ങനെ അപ്പൊ വൈകുന്നേരമാകും. എങ്ങനെ അപ്പൊ എന്ത് ചെയ്യും? ഒരേ കുട്ടികൾ എടുക്കാൻ ഇനി നദ്യ കുറച്ച് ഇറങ്ങും കൈ പിടിച്ചാൽ കുത്തിരുന്നോന്നറിയും നമ്മൾ. ഇത് ഇബ്ലീസിന്റെ പെട്ടി. ഇത് കൊത്തിരുന്നാൽ പിന്നെ ഓരോ കഥ പറയണോ? ഇതൊക്കെ ഈ നേരം കൊല്ലാനുള്ള പല സാധനങ്ങളൊക്കെ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിന്ന് വഴിമാറി പോവുകയാണ്. ചില സമയത്ത് നേരത്തെ ഹൻദലക്ക് വന്ന മാറ്റം വലിയൊരു മാറ്റമാണ്. എന്നാൽ ചില മനുഷ്യന്മാർ ജീവിക്കാൻ മറന്നു വരുന്നു. ജീവിക്കാൻ തന്നെ മറന്നു പോവുക, പൈസന്റെ ഉക്കൊണ്ടും പിശുക്കൊണ്ടും. ഏത് ജാതി പിശുക്കന്മാരാന്നറിയാം ചില മനുഷ്യന്മാർ. നമ്മൾ സാധാരണ പറയല്ലേ, അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത, കടിച്ചെടുത്ത് ചൊറിയാത്ത മനുഷ്യന്മാരുണ്ട്. ഇഷ്ടംപോലെ അള്ളാഹ് നിയമത്ത് കൊടുത്തിട്ടുണ്ടാകേ. പക്ഷെ ഒരു പച്ച വെള്ളം അയാൾ വാങ്ങിക്കൊടുക്കൂല. മെരിയാക്കൊരു മുണ്ടും കുപ്പായോ അയാൾ ഇടൂല. അയാൾക്കെന്തോ അങ്ങോട്ട് വാങ്ങിക്കൊടുക്കേണ്ടി വരും ചിലവർക്ക്.
ഇങ്ങനെ ജീവിക്കണ മനുഷ്യന്മാർ. ഇതൊന്നും അള്ളാഹു റസൂലും പറഞ്ഞതല്ല. ആവശ്യത്തിന് ഡ്രസ്സ് ഇടണം, വൃത്തിയിലും വെടിപ്പിലും നടക്കണം. അതൊന്നും ഒരു കിബറല്ല. ഇന്നല്ലാഹ ജമീലുൻ വയുഹിബ്ബുൽ ജമാൽ. അള്ള ഭംഗിയുള്ളവനാ, അള്ള ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നല്ലൊരു പർദ്ദ, നല്ല ഒരു മഫ്ത, അല്ലെങ്കിൽ നല്ല ഒരു ചുരിദാർ, ഇസ്ലാമികമായി അള്ള നിശ്ചയിക്കപ്പെട്ട രീതിയിൽ നല്ല വസ്ത്രം ധരിക്കുന്നതിന് വില കൂടിയതുമാകാം, അതിനൊന്നും എതിർപ്പില്ല. ഉള്ളതിനനുസരിച്ച് അതൊക്കെ കിബറില്ലാണ്ട് മര്യാദയ്ക്ക് അനാവശ്യമല്ലാത്ത രീതിയിലൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇതൊന്നും ചെയ്യാണ്ട് മക്കളെ കാര്യം നോക്കിയാല, പെണ്ണുങ്ങളെ കാര്യം നോക്കിയാല, ഐറ്റിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോയി ഒന്ന് റിലാക്സ് ചെയ്യൂല. ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ച് ഒരു 10, 60, 70 വയസ്സാകുമ്പോൾ കിടക്കണം കുഴഞ്ഞ് വീണ്. ഇപ്പോഴത്തെ മരിപ്പിൻ്റെ സ്ഥിതി ഒരു മിടിപ്പും ഒരു മരിപ്പും അല്ലേ. പള്ളിയിലേക്ക് വരുമ്പോൾ ആടെ വീണ്, പീടിയേക്ക് പോയി ആടെ വീണ്, ഷട്ടർ പൊന്തിച്ച് ഉള്ളിലേക്ക് കയറുന്നതിനിടയ്ക്ക് ആടെ കുഴഞ്ഞ് വീണ്. അപ്പം അൽഹംദുലില്ലാ ഒരു സമാധാനം, നോക്കിയാരും കുഴങ്ങണ്ട. പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു പോണതിനെ കൊണ്ട് നമ്മൾ ദുആ അങ്ങനെ തന്നെ, പടച്ചോനെ കിടന്ന് ഇടങ്ങേറാക്കല്ലേ എന്നാ. ഏതായാലും അള്ളാഹ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മരിപ്പൊന്നും കിടന്ന് ബുദ്ധിമുട്ടാകുന്നില്ല, വേഗം കാര്യങ്ങൾ നടക്കുന്നു. നമ്മളെ ഗ്യാരണ്ടി അത്രേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ ജീവിക്കാൻ നമ്മളോട് അള്ള പറഞ്ഞത് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ നിൽക്കാനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അള്ള നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? എഴുന്നോ കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയാന്നല്ല. ഞമ്മക്ക് അള്ള തരുന്ന സംഗതികളുണ്ട്. ചിലവർക്ക് 10,000 കൊടുത്തിട്ടുണ്ടാവും, ഓനെ 10,000 ചെലവഴിക്കുക. ചിലവർക്ക് 1000 ആയിരിക്കും, 1000 കൊടുത്താൽ മതി. ചിലവർക്ക് 500 ആയിരിക്കും, ചിലവർക്ക് 100 ആയിരിക്കും. ഈ 100 കൊടുക്കണവനും 10,000 കൊടുക്കണവനും അള്ളാന്റെ കണ്ണിൽ ആരാ? തുല്യ. കാരണം എന്താ അറിയോ? 10,000 ഉള്ളവനാണ് അതിനനുസരിച്ച് കൊടുക്കണോ, 100 ഉള്ളവന് അതിനനുസരിച്ച് കൊടുക്കണം. ഈ കൊടുത്തിന്റെ കാര്യത്തിൽ ഒഴിവ് കഴിവില്ല കേട്ടോ. എല്ലാവർക്കും കൊടുക്കാം. പൈസ എന്നായി കൊടുക്കല്? പൈസ എന്നല്ല കൊടുക്കല്. നമ്മൾക്ക് വർത്തമാനം കൊടുക്കാം, ശരീരം കൊണ്ട് നമ്മൾ എന്താണോ നല്ലൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അങ്ങനെ പുണ്യം നേടാം. എന്തുകൊണ്ടും നമുക്ക് പുണ്യം നേടാം. ഒരു വയ്യ ചോദിച്ചാൽ മനുഷ്യൻ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പറ, ഒരാളോട് വയ്യ ചോദിച്ചാൽ അങ്ങനെ കാണിച്ചു കൊടുക്കും, അതെങ്ങനെ ആയിട്ട് പോയാൽ മതി, അയാൾക്കും അറിയാം ഇല്ലെങ്ങനെ അങ്ങോട്ട് വായിച്ചാൽ മതി എന്ന് അയാൾക്കും അറിയാം. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കൂല. ഒരു വഴി ഒരാൾ ചോദിച്ചാൽ അതിനൊരു ലാൻഡ്മാർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ഈ വഴിക്കാണ് പോയാൽ അവിടെ ഒരു ലാൻഡ്മാർക്ക്, ആ ലാൻഡ്മാർക്കിൻ്റെ അടുത്ത് നിന്ന് ഇടത്തോടത്ത് വരെ ഇടായി, ആ ഇടയിൽ കൂടി നേരാണ് കയറിയ വലത്തെ ഭാഗത്തെ 3ാമത്തെ വീട് നമ്മൾ പറഞ്ഞു കൊടുത്തു നോക്കി. അയാൾ ബുദ്ധിമുട്ടുമോ? ഇല്ല. നമ്മൾക്കോ നമ്മളെ കിതാബിൽ ഇവിടെ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ ആയതിൻ്റെ പേരിൽ ഇവിടെ നമ്മൾ എഴുതി വെച്ച് ഇല്ലേ. അതിന് പകരം എന്ത് ചെയ്യും? ചിലവരുണ്ട് ഒന്ന് ചിരിച്ച് കിട്ടാൻ 1 കോടി ഉറുപ്പിക കൊടുക്കേണ്ടി വരും ചിലവർക്ക്. ഒന്ന് ചിരിക്കൂലല്ലോ ചിലവര്. ഈ അനാവശ്യ ചിരിയല്ല ഞാൻ പറഞ്ഞത്, ചിരിക്കേണ്ട ചിരിയുണ്ട്. പുഞ്ചിരിക്കുന്നത് പുണ്യമാണെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മനസ്സിലായോ? ഒന്ന് വജ്ഹുൻ തലീഖ്, നല്ല മുഖപ്രസന്നതയോടുകൂടി ഒരാളെ കണ്ടാൽ അസ്സലാമു അലൈക്കും, അതിനിപ്പോൾ എന്തോ കൊടുക്കണം, 1 ലക്ഷം ഉറുപ്പിക മുതൽ മുടക്കണോ? നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാകണ്ടേ? അതിനെന്ത് ചെയ്യാം? ഒന്ന് ചിരിക്കുക, പുണ്യം കിട്ടി. അവിടെ എഴുതി വെച്ചോ, 1 ഉറുപ്പിക മുടക്കി നമുക്കില്ല. അപ്പൊ ഇതാ പറഞ്ഞത്, ഏത് ചെയ്തിട്ടും നമ്മൾക്ക് പുണ്യം നേടാം. നമ്മൾക്ക് ജീവിക്കാൻ മറന്നു പോകണ്ട, പിശുക്ക് കാണിച്ചിട്ട് ചിരിക്കാൻ പിശുക്കണ്ട, ഒരു വർത്തമാനം പറഞ്ഞു കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത്. എന്തെങ്കിലും അവനെ കൊണ്ട് കഴിയിനെ ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. പണം കൊണ്ട് കൊടുക്കാൻ അള്ള കൊടുത്തിട്ട് ചിലവർ പറയോ ഇഞ്ചിന്തൊക്കെ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊടുക്കായിരുന്നു. ഓന് കൊടുക്കാനായിട്ട് വലിയൊരു കെട്ട് നൂൽമ കെട്ടിയിട്ട് അള്ള കൊണ്ട് ഇറക്കി കൊടുക്കാന്നാ, ഇനി ഇത് കൊടുത്തട്ടോ, മറ്റോളോട് പത്തോ ഇനി ഇത് കൊടുത്തട്ടോ. നല്ല കഥ. അങ്ങനെ ഇറക്കി കൊടുക്കുക അല്ല? ഇല്ല. അള്ള കൊടുത്തേന്ന് കൊടുത്തച്ചാ മതി. അതെന്തോ ആകട്ടെ, 1 ഉറുപ്പിക കൊടുക്കണമെങ്കിൽ നമ്മളത് ചെറുതായി കാണണ്ട. 1 ഉറുപ്പിക പള്ളിക്ക് കൊടുക്കുക, ഒരുത്തൻ കൊടുക്കണം 500, ഞാൻ കൊടുക്കണം 10, എൻ്റെ 10 500 തുല്യ. അങ്ങനെയെങ്കിലും മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിലും കൊടുത്ത് നൽകി നമ്മൾ പിശുക്ക് കാണിക്കരുത്. പിശുക്കിന്റെ പേരെന്താന്ന് നിങ്ങൾ അറബിയിൽ എന്താ ഇനി പറയാ? ശുഹ്ന, പിഷ്കൻ, ഷഹീഹ്. നല്ല പേരല്ലേ? ആരും ഇട്ടുണ്ട് കേട്ടോ മക്കാർക്കും. ഷഹീഹ് എന്ന് പറഞ്ഞാൽ പിഷ്കൻ. ഇങ്ങനെ പിശുക്ക് കാണിച്ച ഒരു ചെങ്ങായി, ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്, കുറേ പൈസ, എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മ. ഒരു ടൂറ് അയാൾ പോയിട്ടില്ല,
ഊട്ടിയിൽക്കോ മൈസൂർക്കോ എല്ലാവരും പോകും ഒരു സ്ഥലത്തേക്ക് തന്നെ. പോയടുത്തേക്ക് തന്നെ പിന്നെയും പോവുക. ഇയാൾ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല, മക്കൾ പറഞ്ഞ് കുഴങ്ങി ആരും പോയിട്ടില്ല. ഒരു ദിവസം മലക്കുൽ മൗത്ത് വന്ന അയാളെടുത്ത്. ഏത് മലക്കുൽ മൗത്ത് അറിയാലോ അല്ലേ? ആരാ മൂപ്പരെ പേരെന്താ? ആരാ? അയ്വാ അസ്രായേലി മൂപ്പരാണ് മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് വന്ന് ഇയാളെടുത്ത് വന്ന് ഇയാളോട് പറഞ്ഞ് ഞാൻ മലക്കുൽ മൗത്താണ്, ഞാൻ ഇന്നെ പിടിക്കാൻ വന്നതാണ്, എൻ്റെ ജോലി അതാണ് എന്ന് പറഞ്ഞപ്പം മലക്കുൽ മൗത്ത് പറഞ്ഞ് അല്ല ഇയാൾ പറഞ്ഞ് നിങ്ങളെന്ത് പണിയാതെടുക്കണേ? ഞാൻ ഇക്കാലം വരെ ഉണ്ടാക്കിയ പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അധ്വാനിച്ച തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച മുതലുണ്ട്, പക്ഷെ ഞാൻ ജീവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മക്കളെ കൂടെ എൻ്റെ പെണ്ണുങ്ങളെ കൂടെ ഞാനൊന്ന് റിലാക്സ് ആയിട്ടില്ല. അതുകൊണ്ട് ഒരു കുറഞ്ഞ ദിവസം എനിക്ക് നിങ്ങൾ സമ്മതം തരണം, ഞാനൊന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. മലക്കുൽ മൗത്ത് പറഞ്ഞു അതിൻ്റെ ആളല്ല ഞാൻ ഇവിടെ കൃത്യസമയത്ത് എൻ്റെ ജോലി നിർവഹിക്കാൻ വന്നതാ. അയാൾ പറഞ്ഞു എൻ്റെ മുതലിൻ്റെ പകുതി നിങ്ങൾക്ക് തരുന്നാൽ തന്നെങ്കിലും നിങ്ങൾ എനിക്ക് ഒരു ആശ്വാസം തരീന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു നോ പറ്റൂല എന്ന് പറഞ്ഞു. മലക്കുൽ മൗത്ത് 2/3 ഭാഗം പറ്റൂല പറഞ്ഞു. അവസാനം മലക്കുൽ മൗത്തിനോട് ഇയാൾ പറയാ പ്ലീസ് എനിക്കൊരു എഴുത്ത് എഴുതാം, ഒരു ചെറിയ കുറിപ്പ്, വേറെ ഒന്നും ചെയ്യാൻ നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചോട്ടെ, അതിനൊരു അവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു യെസ് ഓക്കെ. അതിന് അയാൾ എഴുതി വെച്ചു. ജീവിക്കാൻ കിട്ടുന്ന സമയം ഉള്ളത് കൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച് മരിച്ചോളണമെന്ന് അയാൾ എഴുതി വെച്ചു എന്നാണ് അയാൾ എഴുതിയ കുറിപ്പിൽ. എന്താ അതിൻ്റെ അർത്ഥം? ചെറിയൊരു വർത്താനല്ലത്. കിട്ടുന്ന സംഗതികൾ അത് പോസിറ്റീവായി കണ്ട് ഉപയോഗിക്കേണ്ടതിനും കൊടുക്കേണ്ടടുത്തൊക്കെ കൊടുത്ത് മര്യാദയ്ക്ക് ജീവിച്ചോളണം. ഉള്ള കാലത്ത് നാളെ എനിക്ക് പോകാതെ വിചാരിക്കണം. ഇന്നത്തെ കഴിഞ്ഞിട്ടല്ലേ നാളെ, ഇന്നത്തത് കഴിഞ്ഞിട്ടല്ലേ നാളെ. ഞാനിതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി ഇവിടെ വെച്ചിട്ട് പള്ളിക്ക് ഇവിടെ കാസിംക വന്നുകൊണ്ട് പറഞ്ഞ് നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, പിന്നെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യണം, നിങ്ങൾ അതിന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയൊരു റെസീറ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങളെ പുരയിലേക്ക് ഇങ്ങനെ തൊക്കിൽ വെച്ച് ഇങ്ങനെ വന്ന്, അപ്പം നിങ്ങൾ വലിയൊരു പ്ലാന് വേറെന്തോ ഉണ്ടാവും, കെട്ടാക്കി വെച്ചുണ്ടാവും. നിങ്ങൾ പറഞ്ഞ് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം, ഞാൻ ചെറിയൊരു ഇതുണ്ട്, അടുത്ത ആഴ്ച തന്നെ നമുക്ക് നോക്കാം. പാവം തിരിച്ചു പോന്ന് പിന്നെന്താ അടുത്ത ആഴ്ചയും കാത്ത് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മൗത്തേ മരിച്ചില്ലേ, മനുഷ്യനെ നേരം അല്ലെങ്കിൽ ആശുപത്രിയിൽ വേറെ എന്തെല്ലോ ഇടങ്ങേറി വണ്ടിമാരെ. 2 പ്രശ്നമാണ് അവിടെ. ഒന്ന്, നല്ല ഓർമ്മയും ബുദ്ധിയുള്ള സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് അയാളെ ചോദിച്ച സംഗതിക്ക് പൈസ ഉണ്ടായിട്ട് മേശയെ കെട്ടാക്കി വെച്ചിട്ട് പൂപ്പൽ മണക്കൽ ഒടുങ്ങിയിരിക്കുന്നു. ഏത് പൂത്തിട്ട് അങ്ങനെ ഉണ്ടായില്ലേ? പൂക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സമയമൊന്നും വേണ്ട, ഒരു മാസം വെച്ചാൽ മതി ഒരു കെട്ട് പൈസ നിങ്ങൾ എടുത്ത് മണപ്പിച്ച് നോക്കി ഒരു പൂപ്പൽ മണക്കും. അങ്ങനത്തെ പൈസ അവിടെ ഉണ്ട്. എന്നിട്ട് അത് കൊടുക്കാണ്ട് അയാളോട് തൽക്കാലം ഒരു ഉപായം പറഞ്ഞ് അടുത്ത ആഴ്ച ആണ്. ഒരു കാര്യം അതിനില്ല. ഒരു അടുത്ത ആഴ്ചൻ്റെ പറയേണ്ട ഒരു ഒരു സംഗതി ആടല്ല. അതിൽ നിന്ന് എടുത്തും കാണിട്ട് കാസിം കഥ എന്ന് പറഞ്ഞാൽ തീർന്നില്ല പ്രശ്നം. അത് കൊടുക്കാതെ വെച്ച് ഇത് മര്യാദയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ചിലവരുണ്ട് മരിച്ചു കൂടി തീർന്നാൽ പിന്നെ ഒരു ലോഡ് അരിയ മരിച്ച് തീരുമ്പോൾ കാണാം അരി കൊണ്ടുപോയി ചാക്ക് കണക്കിന് എന്ത് ചെയ്യും, പിന്നെ ഒരു വിതരണ. ഇയാൾക്ക് നല്ല ഓർമ്മയുള്ള നേരത്ത് അയാളും കൺകുളിർക്കെ മക്കൾ ചെയ്യൂ. ഇയാളെ മുതൽ കണ്ടിട്ടാ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മക്കളും ചെയ്യയില്ല, അത് വേറെ കിടക്കണം. ഏതോ ആകട്ടെ ഇയാളെ മുതലെടുത്തിട്ട് ഈ പണി എടുക്കുമ്പോ ഇയാളെ മനസ്സിന് സമാധാനം കിട്ടൂലേ? ഇയാള് നല്ല ബോധമുള്ള സമയത്ത് വിതരണം ചെയ്താൽ ഇത് മരിക്കാൻ കാത്തിക്കണം. മരിച്ചിട്ട് ഇങ്ങനെ പുകിൽ കാണിച്ചിട്ട് എന്താ കാര്യം? അതിന്റെ മുമ്പ് തന്നെ കൊടുക്കണം, ചെയ്യണം. അവിടെ പിശുക്ക് കാണിക്കരുത്. ഇവിടെയൊക്കെയുള്ള പ്രശ്നം നമ്മളെ ഈ പ്രേരിപ്പിക്കുന്നത് കൊടുക്കാണ്ട് നിൽക്കാൻ പ്രേരിപ്പിക്കും. അപ്പം അതിലും വലിയ രസമാണ്. പള്ളിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ 1 മണിക്കൂർ ചോദ്യോത്തര. എടാ റൂമിൽ വന്നിട്ട് ഓരോരുത്തർ ചോദിക്കുക. എന്തായി ചോദിക്കണേ? ഈ റമദാൻ മാസത്തിലുള്ള കാര്യമുള്ള ചോദ്യം എന്തായിരിക്കും നിങ്ങൾക്കറിയാലോ. എന്തിനെ കുറിച്ചാ ചോദിക്കുക ആളുകൾ? സക്കാത്തിനെ കുറിച്ചാണ്. സക്കാത്തിനെ കുറിച്ച് ചോദിക്കുന്ന എന്തിനാന്ന് നിങ്ങൾ ഇത് കൊടുക്കാണ്ടൊക്കെ വല്ല 10 രൂപ കിട്ടുമോ എന്ന് ചോദിക്കുക. മനുഷ്യന്മാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കും, അല്ല എൻ്റെ അടുത്ത് ഇത്ര ഉണ്ടല്ലേ, എത്ര ഉണ്ടല്ലേ, അതിന് കൊടുക്കണ്ടല്ലേ, പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? അതിന് കൊടുക്കണ്ടല്ലേ എന്ന് അയാൾ എന്നെ ഉത്തരം പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയാണ് മനുഷ്യന്മാർ. ഇത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സഹിക്കാൻ പറ്റൂല.
അപ്പോൾ അത് കൊടുക്കാണ്ടിരിക്കാൻ എന്ത് ഫത്വ കിട്ടുമോ അത് ചോദിച്ച് നടക്കുക. എല്ലാവർക്കും അറിയാം ഇത്ര സ്വർണ്ണം ഉണ്ടായാൽ ഇത്ര ഉണ്ടായാൽ കൊടുക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കണക്കിച്ചല്ലാത്തൊരു പ്രശ്നവും പെടില്ല, കൊടുക്കാത്ത പ്രശ്നമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇങ്ങനെ കൊടുക്കാണ്ടെന്നാൽ, നമ്മൾ ഈ പിശുക്ക് കാണിച്ച് നടന്നാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് നിൽക്കാൻ, അപ്പം ഇതൊക്കെ നമ്മൾ എവിടുന്ന് തെറ്റിയെന്നാണ് ഞാൻ പറയുന്നത്? സിറാത്തുൽ മുസ്തഖീമിന് തെറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ മരിക്കുന്നത് വരെ നിലനിൽക്കണം. അവിടുന്ന് നമ്മൾ തെറ്റിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ നമ്മൾ തിരിച്ചു വരണം. എന്നിട്ട് പടച്ചോനോട് പറയണം, റബ്ബന, ഞങ്ങളെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബന, പടച്ചോനെ ഞങ്ങളെ ഹൃദയത്തിനൊരു മാറ്റം വരുത്തല്ലേ, ബഅദ ഇദ് ഹദൈതന, പടച്ചോനെ ഹിദായത്ത് നമുക്ക് കിട്ടിയല്ലോ. അള്ള ചെയ്ത ഒരു ചെറിയ നിയമത്താ ഈ ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്ത് കിട്ടാണ്ട് കോടിക്കണക്കിന് മനുഷ്യന്മാര് തീർന്നു പോയി. തൗഹീദില്ല, ആഖിറത്തില്ല, റിസാലത്തില്ല, ഇതൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് മരിച്ചു തീർന്നു പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ള ചെയ്ത ചെറിയ നിയമത്തല്ല, നമ്മളൊക്കെ ഹിദായത്തിലാ. ഹിദായത്ത് കിട്ടിയിട്ട് എനിക്ക് ഹിദായത്ത് കിട്ടിക്ക് ഓ അങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഫൈമ എഴുത്തി എന്നക്കും മിന്നി ഹുദ, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടി ശരി തന്നെ. എന്നിട്ട് അള്ള പിന്നെയും പറയുന്നുണ്ട്, ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് ഹിദായത്ത് കിട്ടി മാത്രല്ല, ആ ഹിദായത്തിനെ പിൻപറ്റുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ പേടിക്കേണ്ടതില്ല. ഇത് അള്ളാന്റെ കൽപ്പന. അപ്പൊ നമ്മൾ ഹിദായത്തിലാണ് എന്ന് പറഞ്ഞിങ്ങനെ വലിയ ആളെ ഇങ്ങനെ നടന്നാൽ പോരാ. കിട്ടിയ ഹിദായത്ത് അത് നിലനിർത്തണം. അത് നിലനിർത്താൻ നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിലോ നമ്മൾ അവിടെ നിന്ന് എത്തൂല. ഇപ്പൊ മനസ്സിലാകട്ടെ, ഇതിന സിറാത്തുൽ മുസ്തഖീം, ഇത് ഹിദായത്ത് സിറാത്തുൽ മുസ്തഖീമാണ്. നമ്മൾ അത് പ്രഖ്യാപിക്കണം, തൊള്ളോട് പറയുകയുമാണോ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ച്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിന് എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? കുൽ ആമൻതു ബില്ലാഹ്, ഞാൻ ആമൻതു ബില്ലാഹ് എന്ന് നീ പറ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറ. എന്നിട്ട് നീ പോയിക്കോന്നാ. പണ്ടെങ്ങാനും മൻകാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും പറഞ്ഞാൽ സ്വർഗത്തിലായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ തൊള്ളോട് പറഞ്ഞിട്ട് കാര്യമല്ല. സുമ്മസ്തഖിം, റസൂലുള്ളാഹി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, സുമ്മസ്തഖിം, നീ ഇസ്തിഖാമത്ത് നടത്തണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്താ ഷഹാദത്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന്, രണ്ടാമത്തതോ വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് രണ്ടും തൊള്ളോട് ഇങ്ങനെ വെറുതെ പറയാനുള്ളതാ? തൊള്ളോട് പറഞ്ഞാൽ മതിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ വേറൊരാളില്ല, അവൻ തന്നെയാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുക, അല്ല അല്ലാതെ വേറൊരു ഇലാഹും ഇല്ല എന്ന് ഞാൻ തൊള്ളോട് പറയല്ല, എൻ്റെ ജീവിതം സാക്ഷിയാകണം. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് തൊള്ളോട് പറഞ്ഞാൽ മതിയോ? മുഹമ്മദ് നബി കൊണ്ടുവന്നതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം. ഇനി അവിടെ നിൽക്കെ പോയിന്റുകൾ മറന്നു പറഞ്ഞ്, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മറന്നു പറഞ്ഞ് നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിലൂടെ ഇങ്ങനെ പോകണമല്ലോ. സിറാത്തുൽ മുസ്തഖീമിലൂടെ നമുക്ക് സഞ്ചരിക്കണം. ശരിയാ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലേ? ഇല്ലേ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. ഉള്ളവനും ഉണ്ട്, ഇല്ലാത്തവനും ഉണ്ട്. ആർക്കവിടെ പ്രശ്നമില്ലാത്ത? എല്ലാവർക്കും പ്രശ്നമാണ്. വ്യക്തിപരമായിട്ടുണ്ട്, അല്ലേ? മക്കളാലുണ്ട്, കുടുംബക്കാരാലുണ്ട്, ജ്യേഷ്ഠാനുജത്തിമാർ, എല്ലായിടത്തും ഉള്ള പ്രശ്നമാണ്. എന്ത്? ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കും. എല്ലാ പേരും ബലത്തെല്ലാം പറഞ്ഞ ഏട്ടത്തി അനിയത്തും നമുക്ക് പ്രശ്നമാണ്. ആങ്ങളെയും പെങ്ങളും തമ്മിൽ പ്രശ്നം, ബാപ്പയും മക്കളും തമ്മിൽ പ്രശ്നം, ഉമ്മയും മറ്റോരും തമ്മിൽ പ്രശ്നം, ഏട്ടത്തി അനിയത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാകുകയും ചെയ്യും, അല്ലേ? ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിച്ച് പഠിച്ചോനെ, ഞാൻ എത്ര കാലമായി പള്ളിയിൽ പോണ്, മദ്രസ പോണ്, ക്ലാസ്സിൽ പോണ്,
ദ്വാരക്കിന് കേക്കിന് പിന്നെ തറാവീന് പോണ്. എത്ര കാലമായി ഞാൻ പോക്കൊടിഞ്ഞിട്ട്. എൻ്റെ മോളെ എത്ര കാലമായി കഷ്ടപ്പെടുന്നു, ഇതുവരെ അതിലൊന്നും കഴിച്ചിലായിട്ടില്ലല്ലോ. ഞാനൊരു പുയ്യാപ്പിളിൻ്റെ അടുത്തെല്ലാം കൂടി കോലത്തിലായിപ്പോയി. ഞാൻ എൻ്റെ മോനെ കൊണ്ട് അവിടെ നിന്ന് കെട്ടിച്ച് അത് അങ്ങനെയായിപ്പോയി. ആകെ കൂടി ഒരു ആന്തര്യ എനിക്കുള്ളത് ഓൻ്റെ കഥ എങ്ങനെയാണ്. എങ്ങനെ സങ്കടം തന്നെ മരിക്കോളൂ. ജനിച്ചു പോയില്ലേ, മരിക്കണ വരെ നിൽക്കുകയും വേണം അല്ലേ. ജീവിതം വേറെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാനാകുമോ? അത് നമുക്കൊരു പാടുമില്ല ഇല്ലല്ലോ. പിന്നെന്താ നമ്മൾ ചെയ്യാം? എല്ലാവരെയും ഒരു പ്രശ്നം ഇതാ, ആശങ്ക. പടച്ചോനെ ഞാൻ എത്ര കാലമായിട്ട് വരക്കണം, എനിക്ക് എന്തെങ്കിലും നിനക്കൊരു മറുപടി ഇല്ലേ. ചിലവർ പറയും, പലസ്തീനിലെ കഥ പറയുമ്പോൾ പറയും പലസ്തീനിൽ പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുക. പടച്ചോൻ ഇപ്പം എത്താത്ത വലിയ പണിയുണ്ടോ, അതൊന്നങ്ങ് നേരാക്കിയാൽ പോരെ. ഇവിടെ ഇന്ത്യത്തെ കാര്യം പറയും പടച്ചോൻ ഈ അട്ടിമറിച്ചാൽ പോരെ. ഇവിടുത്തെ ഭരണം മോദി സർക്കാരിനൊന്ന് അട്ടിമറിക്കാൻ ഇപ്പം ഇത്ര പണിയുണ്ടോ, അള്ളാഹാട് വിചാരിച്ചാൽ പോരെ എന്നാ നമ്മൾ പറയുക. ആളുകൾ അങ്ങനെ ചോദിക്കും. പലരും കുത്തുബയൊക്കെ കഴിഞ്ഞ് മുമ്പരും ചോദിക്കും, ഞാൻ പലസ്തീനിലുള്ളവർക്ക് ദ്വയർന്നാലൊക്കെ പറയും, എന്നും എത്ര കാലം നമ്മൾ ദ്വയരക്കണം ഉസ്താദെ, എന്തേലും ഒരു മാറ്റപ്പതിയിലൊക്കെ ഉണ്ടോ അല്ലേ? ഈ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുള്ള. നമ്മൾ അതിൻ്റെ ഒരു ഉത്തരം, ഒറ്റവാക്കിലൊരു ഉത്തരം എന്താന്ന് പറഞ്ഞാൽ, നമ്മളാണ് അതിൻ്റെ കാരണക്കാരൻ. നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് വഴിതെറ്റുന്നത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ ജീവിതവും മരണവും നമ്മൾ ആദ്യ അടിസ്ഥാന വിഷയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്താ അതിൻ്റെ അർത്ഥം? മൗത്തും ജീവിതവും. അള്ളാഹ്ക്ക് തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞത് മരണ, പിന്നെ ആ ജീവിതം പറയുന്നത് ഇല്ലേ. അള്ളാഹ്ക്ക് തെറ്റിയല്ല കേട്ടോ. ജീവിതവും മരണവും ജീവിതവും അള്ള പടച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. നമ്മൾ ഇവിടെ നിൽക്കണ ഈ നിപ്പില്ലേ, ഇത് അള്ളാഹിന്റെ ലിസ്റ്റിൽ കാര്യമായിട്ടില്ല. നമ്മൾ ഇവിടെ ഒരു വയ്യാത്തക്കാരാ, ഒരു വഴിപോക്കരാ. തൽക്കാലം ഇവിടെ ഒരു വീടെടുത്ത് ഇവിടെ കൂടി, അങ്ങുള്ളവരെങ്ങാനും ഇവിടെ താമസിച്ചവരുണ്ടാവും, ഇവിടുന്ന് വേറെ ഇവിടെ പോയി കൂടിയവരുണ്ടാവും. ഇതൊക്കെ അള്ള നിശ്ചയിച്ച സ്ഥലത്ത് ചെറിയൊരു എടുത്ത് അവിടെ കൂടി അതിന് നികുതി അടിച്ച്, പറമ്പിനും നികുതി അടക്കണോ, കെട്ടിടത്തിനും നികുതി അടക്കണോ, ഇതൊക്കെ അടച്ചിട്ട് തൽക്കാലം ഇവിടെ നിൽക്കുക. എപ്പോഴാണ് ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ പോകണമല്ലേ. നമ്മളാ പേടിയിലപ്പം ഉള്ളതും ബേജാറില്ല. ആ ബേജാറ് തീരാൻ എന്താ നമ്മൾ ചെയ്യേണ്ടി? നമ്മൾ ചെയ്യേണ്ടി എന്താ? നോമ്പ് വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് ചൂട് പടച്ചോനെ, ഈ കൊല്ലത്തെ നോമ്പ് തീരുമ്പോഴത്തേന് ആരൊക്കെ ജനിക്കും, ആരൊക്കെ മരിക്കും, ആരൊക്കെ ജീവനോടുണ്ടാവും. എന്നിട്ട് തന്നെ വൈകുന്നേരമാകുമ്പോൾ 4:30 മണി, ഒരു 4:30 അസർ കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ചെറിയാത്തൊരു പൊറുതിയടാ അല്ലേ. ഒരു 11 മണിക്കൂർ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഇരിക്കണ ഇരിപ്പില്ലേ, ആ സമയത്തുണ്ടാവും ഒരു പൊറുതിയട്. അപ്പം നമ്മൾ തന്നെ ആരോ വിളിച്ചാൽ ചോദിക്കും, മോളെ നീ അധികം നേരം സംസാരിക്കല്ല, വൈകുന്നേരം ആകുമോയെന്ന് യാതൊരു പിടുത്തവും ഇല്ല, അതിൻ്റെ ഇടയിൽ തന്നെ മരിച്ചു പോകുമെന്ന് അവൻ നിച്ചല്ല, അജ്ജാതി ചൂടാണെന്നൊക്കെ പറയും. ഈ ചൂട് മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പുതിയ ബില്ല് വന്നത്. ഏത് മാസം പിറവി ഉറപ്പിക്കുന്നതും അന്നാണ്, അല്ലെങ്കിൽ നോമ്പ് നോക്കണമെന്ന് പറഞ്ഞത് അന്നാണ്. ഈ പൗരത്വ ബില്ല് വന്നതും അന്നാ. ഒരറ്റത് ആ ചൂട് കുറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ 2 ചൂടും കൂടി ഇങ്ങനെ മനുഷ്യനിങ്ങനെ കോയമാന്തരായിട്ട് നടക്കുക. അപ്പം അതിനെക്കൊണ്ട് പഠിച്ചോനെ നമുക്ക് എന്തോ ഒരു നല്ലൊരു സമയമാണ് തന്നത്. നമ്മളെ ഈ പ്രശ്നത്തിന് പരിഹാരം എന്താ അപ്പം ഈ പ്രശ്നത്തിന് പരിഹാരം? നമ്മളെ വ്യക്തിപരമായ പ്രശ്നം, നമ്മൾ മൊത്തത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം. ഒരിക്കലും ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ, നല്ലൊരു ആലിമ, അയാള് ബസറ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുക. സൂക്കിൽ, ബസറ സൂക്കിൽ, അങ്ങാടിയിൽ ആൾക്കാരൊക്കെ പോലെ അത്ഭുതത്തോടു കൂടി ആലിമ് ഇറങ്ങി അയാളെ കണ്ടതാ. ആൾക്കാർ എല്ലാം കൂടി അയാളെ അടുത്ത് വന്നിങ്ങാണ്ട് പറഞ്ഞ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അബാ ഇസ്ഹാഖ് എന്ന് അയാളെ വിളിക്കല്. ഇസ്ഹാഖിന്റെ വാപ്പേ, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. മാ ബാലുന, ഞങ്ങളെ കാര്യം എന്താ? ഞങ്ങൾ എത്ര കാലമായി ദ്വാരക്കണേ, പള്ളിയിൽ തന്നെയാണ് നിസ്കരിക്കണേ, നോമ്പെടുക്കണേ, മറ്റു കാര്യങ്ങൾ ചെയ്യണേ, ഞങ്ങൾ ദ്വാ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫലാ യുസ്തജാബു ലനാ, ഞങ്ങൾക്ക് ഈ സമയം വരെ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല. അല്ല ഞങ്ങൾ നോക്കണില്ല. ചിലപ്പോൾ നമുക്കും തോന്നില്ല പഠിച്ചവൻ എന്നെ നോക്കണില്ല, അപ്പം അങ്ങട്ടേലുള്ള ഓളെ നോക്കണേ. ഓള് കണ്ടില്ലേ, ഓള് BMW കാറിൽ പോണ്, ഓള് ഫോർച്യൂണറിൽ പോണ്, ഓള് അതിനേക്കാളും വലിയ വണ്ടി പോണ്, വരുന്ന് ഇറങ്ങണ്. ഓൾ ഇറങ്ങി ഡോറ് തുറക്കുമ്പോൾ തന്നെയുള്ള മണം എടുക്ക് നമ്മൾ അടുക്കളൻ്റെ ഉള്ളിലേക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറയലുണ്ട്. നമ്മൾ ഓരോരുത്തരെ പറ്റി അങ്ങനെ നമ്മൾ പറയും, അത് പറഞ്ഞു പോവും. എന്തും ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകും. അള്ള പരീക്ഷിക്കാതെ
അല്ല ജീവിതവും മരണവും പരീക്ഷണ എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ നമ്മളെ ഇടങ്ങേറാക്കി നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ദുആ ചെയ്താലൊന്നും. ഞാൻ ചോദിക്കട്ടെ, അവിടെ പിന്നെ നിങ്ങൾ ഇപ്പം തലശ്ശേരി അങ്ങാടിയിൽ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തും പോയാൽ എനിക്കൊരു 1000 ഉറുപ്പിക ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഒരു സെക്കൻഡ് പോലും ഞാൻ ഇവിടെ കുത്തിരിക്കൂല പോലെ. ആ പൈസ വാങ്ങിയിട്ട് ഇനി അടുത്ത കഥ എൻ്റെ ക്ലാസ്സല്ല, വേറെന്ത് ക്ലാസ്സാണ് നടക്കല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് നിൽക്കും. മനുഷ്യൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത്. ഇതിനൊന്നും ഇപ്പം നമ്മൾ ചെയ്യുന്ന പണിക്കൊന്നും ഇപ്പം ഇവിടുന്ന് കിട്ടൂലല്ലോ. അങ്ങനെ കിട്ടുന്ന സംഗതിയല്ലേ നമ്മളിപ്പോൾ ഇവിടെ കുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സ് വേറൊരു നിലക്കാ നീങ്ങുക, സ്വാഭാവികമാണത്. അപ്പം ഇയാളോട് പറഞ്ഞ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് പറഞ്ഞ്, അല്ലയോ അബാ ഇസ്ഹാഖ്, ഞങ്ങൾ കഷ്ടത്തിലാണ്, വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്, ഞങ്ങളെ പ്രാർത്ഥന അല്ലാഹ് കേൾക്കണില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, ഇന്ന കുലൂബക്കും മാറ്റത്ത്, നിങ്ങളെയൊക്കെ കൽബ് ചത്തുപോയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ഹൃദയം ജീവനില്ലാതെ നിൽക്കുകയാണ്. അതിനൊരു പരിഹാരമേ ഉള്ളൂ. ആ കൽബിന് നിങ്ങൾ ജീവൻ കൊടുക്കുക, അതിനെ ഒന്ന് ജീവിപ്പിക്കുക, എങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ അയാൾ എങ്ങനെ വെച്ചു കൊടുത്തു. അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറയൂല, ഒരു 3-4 എണ്ണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അയാൾ പറഞ്ഞ ഒന്നാമത്തെ സംഗതി നമ്മൾ ഇതുവരെ പറഞ്ഞതാണ്. എന്താ അയാൾ പറഞ്ഞതെന്നറിയോ? അറഫ്തും അല്ലാഹ്. നിങ്ങൾക്കറിയാം, നമുക്കറിയാം. ആരെ? അല്ലാഹ്. ആരെ? അള്ളാനെ. നമുക്ക് ഓർമ്മയില്ലേ അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? നോമ്പെടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി, നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി. അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലേ? ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂമാണ്, അല്ലേ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹുവാണ് നമ്മുടെ രക്ഷകൻ, അള്ളാഹുവാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ. ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ഫലം തുഅദ്ദു ഹഖഹു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആണ്ടിലൊരു നോമ്പ് എടുക്കുന്നുണ്ട്, നിക്കേരിക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വലം തുഅദ്ദു ഹഖഹു, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നമ്മൾ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത്? പ്രാർത്ഥന, ദുആ. അത് ആർക്കേ പാടുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. എന്തിനാ നമ്മൾ അള്ളാഹ് സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹ് സൃഷ്ടിച്ചത് എന്തിനാ? അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ. എന്നാ ഇന്ന് ലോകത്തുള്ള മനുഷ്യന്മാർ ഭൂരിപക്ഷവും അള്ളാഹ്ക്ക് മാത്രമാണോ ഇബാദത്ത് എടുക്കുന്നത്? അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട ഒരേ ഒരു സംഗതിയാണ് ആരാധന. ഈ ആരാധന ആർക്കൊക്കെ കൊടുക്കണ്? ജീവനുള്ളവർക്ക് കൊടുക്കണ്, മരിച്ചു പോയവർക്ക് കൊടുക്കണ്, ഖബറിലുള്ളവർക്ക് കൊടുക്കണ്, ഏടെയും ഖബർ ഇല്ലാത്തവർക്കും കൊടുക്കണ്, ഏതോ ഒരു മണ്ണിന്റെ പുറ്റ് കാണുമ്പോൾ ആടെ പോയി കൊടുക്കണ്, മരത്തിന് കൊടുക്കണ്. ആർക്കൊക്കെയാ കൊടുക്കണത്? ഇങ്ങനെയാണെങ്കിൽ എവിടുന്നാ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക? ഇതാണ് പ്രശ്നം. അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ട അവകാശങ്ങൾ അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാവൂ, അത് വേറുള്ളവർക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോ നമ്മൾ തൗഹീദിൽ നിന്ന് നമ്മൾ വഴിമാറിപ്പോയി, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി. അങ്ങനെ തെറ്റിപ്പോയാൽ നമ്മൾ രക്ഷപ്പെടൂല, നമ്മൾ ശിർക്ക് ചെയ്യുന്നവരായി മാറും. ശിർക്ക് ചെയ്താലുള്ള കുഴപ്പമെന്താ? ശിർക്ക് ചെയ്താൽ ഒന്നുമില്ല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ശിർക്ക് ചെയ്യുന്നവർക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാണ്. ഇതേ എത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പം നമ്മളെ പ്രശ്നത്തിന്, ലോകത്ത് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ കാതലായ പ്രശ്നം അള്ളാഹ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങള് നമ്മൾ അള്ളാഹിനോട് മാത്രമേ നമ്മൾ ദുആ ചെയ്യാവൂ. എന്ത് പ്രതിസന്ധിയും എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു. അന വന്നബിയ്യൂന മിൻ ഖബലി, റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർ അവരെല്ലാരും പറഞ്ഞത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അതിനനുസരിച്ച് ജീവിച്ചോല. ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ എടുത്തു നോക്കി, 100 വയലിൽ കേട്ടാൽ 99 വയലും ഷിർക്കിന്റെ മരമായിരിക്കും. 100 വയലിൽ 99ഉം ഷിർക്കിലേക്ക് നയിക്കുന്നതായിരിക്കും, ഇല്ലേ? ഓരോരുത്തരെ വലുതാക്കി കൊണ്ടുവരാൻ, CM-നെ വലുതാക്കാൻ എന്തെല്ലാം അടവുകളാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ നാക്കിന്റെ വലുപ്പത്തിനനുസരിച്ച് ഇല്ലാത്ത കറാമത്തുകളും കെട്ട് കറാമത്തുകളും പറഞ്ഞ് അങ്ങ് പൊരിപ്പിച്ച് റമദാൻ മാസത്തിൽ പോലും നോമ്പ് നശിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് വഴിമാറിയാൽ
നമുക്ക് രക്ഷ കിട്ടൂല. പേടിക്കണം നമ്മൾ. ചെറിയ ശിർക്കും വലിയ ശിർക്കും ഏതാ? റിയാ. അതായത് ഞാനിപ്പോ ഒരു കുപ്പായ ഇടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു കുപ്പായടാ, നമുക്ക് പർദ്ദ ധരിക്കാം, നമുക്ക് നല്ല വസ്ത്രം ധരിക്കാം, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ ഇത് ധരിക്കുന്നതോടുകൂടി എന്നെ എല്ലാവരും ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് ശിർക്കാ. ശിർക്ക് രണ്ടെണ്ണം ഉണ്ട്, ചെറിയ വിഷയമല്ലത്. ശിർക്ക് രണ്ടെണ്ണം. ഒന്ന് ഷിർക്കുൽ അക്ബർ, രണ്ട് ഷിർക്കുൽ അസ്ഗർ. ഷിർക്കുൽ അസ്ഗറിൽ എണ്ണിയതാ റസൂലുള്ള ഏത്? റിയാ. റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന കൂട്ടുന്ന ആളുകളില്ലേ. എൻ്റെ പേര്, എൻ്റെ പ്രശസ്തി എൻ്റെ ലിസ്റ്റിൽ വരണം, ഞാൻ അവിടെ വരണം, ഞാൻ ഇവിടെ വരണം, പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ്, ഞാൻ ഇതൊന്നും എൻ്റെ കൂടെ ഉള്ള ഒരൊറ്റ പെണ്ണിനും ഇതില്ല എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ പണിയെടുക്കുന്നതെങ്കിൽ അത് ഷിർക്കിൻ്റെ ഇനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് എന്താ നഷ്ടപ്പെടുക? ദുനിയാവും നഷ്ടപ്പെട്ട് ആഖിറവും നഷ്ടപ്പെട്ട് പിടുത്തം വിട്ട്. മനസ്സിലായില്ലേ? ഷിർക്കിൽ അകപ്പെട്ടവനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതറിയോ? അവൻ ഭൂമിയിൽ നിന്ന് വീണവനെ പോലെ ആർന്ന് വിൽക്കും ചെയ്ത് ഭൂമിയിൽ എത്തിയില്ല. അവിടെ എത്തുന്നതിന് മുമ്പ് അവനെ വൈക്ക് വെച്ച് എന്ത് ചെയ്യാണ്? ഏതെങ്കിലും പറവകൾ റാഞ്ചിക്കൊണ്ടുപോയി കൊത്തി തിന്ന് നശിപ്പിച്ചിക്കണോ കടലോ എടോ കൊണ്ടുപോയി ഇട്ടെങ്കലിട്ട് എന്തായി പോണെന്ന് ഓർമ്മയില്ല. അവനെ പോലെയാണ് ഷിർക്കിൽ അകപ്പെട്ടു പോയതിൻ്റെ സ്ഥിതി. അപ്പോൾ അത് ഗുരുതരമായൊരു വിഷയമാണ്. അപ്പം നമ്മളെ പ്രശ്നത്തിൻ്റെ പരിഹാരപ്പങ്ങൾ തിരിഞ്ഞോ? നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം, വ്യക്തിപരമായി നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഞാൻ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് ഞാൻ അള്ളാഹ്ക്ക് കൊടുത്തു വീട്ടുന്നുണ്ടോ? അതല്ല അങ്ങട്ടേലുള്ളവർക്കാണോ കൊടുക്കുന്നത്? നമ്മൾ ആലോചിച്ചാൽ മതി. ഒന്ന്, കൂടുതൽ വിശദീകരിക്കണില്ല, ഒരു ദിവസം മതിയാവുക. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇന്നക്കും തുഹിബ്ബൂന റസൂലല്ലാഹ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കില്ലേ? നമ്മളെ ജീവനേക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? റസൂലിനെ. സ്നേഹിക്കേണ്ടതും ആരാ? റസൂലുള്ളാഹിനെ. അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ വലം തത്തബിയു സുന്നത്തഹു, നമുക്കുള്ള പ്രശ്നം എന്താണ്? റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മൾ പിൻപറ്റുന്നില്ല. നമ്മൾ പറയുന്നുണ്ട് ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും എന്ന് പറയാനല്ലാണ്ട് നമ്മളടുത്ത് ഖുർആനും ഉണ്ടാവില്ല, സുന്നത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഈ ഒരവസ്ഥയാണ് നമ്മൾ ആകെ കൂടി ചെയ്യുന്ന സുന്നത്തിൻ്റെ എത്താ നിക്കേരിച്ചിട്ട് മുമ്പും പിമ്പുമുള്ള സുന്നത്തുകാര. വേറെന്ത് സുന്നത്ത് നമ്മൾ ഇങ്ങനെ പണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു സുന്നത്ത്, മദ്രസയിൽ നിന്ന് പഠിച്ചില്ലേനോ? എന്താ സുന്നത്ത്? ചെയ്താൽ മെറ്റങ്ങോട്ട് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ച കുറ്റല്ലാത്തതുമാണ് സുന്നത്ത് എന്ന് പഠിച്ചു വെച്ച്. അതാ സുന്നത്ത്. അതും വിചാരിച്ചാൽ നമ്മൾ നടക്കണേ. അസുന്നത്തു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹ്, റസൂലുള്ള എന്താണ് കാണിച്ചു തന്നത് അത് നമ്മൾ നേരം വെളുത്ത് ജീവിക്കാൻ തുടങ്ങിയ നേരത്താൻ പറഞ്ഞല്ലോ, അവിടുന്ന് തുടങ്ങി രാത്രി കട്ടിൽമക്ക് എത്തുന്നത് വരെ. കട്ടിൽമൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെല്ലേണ്ടതൊക്കെ ചെല്ലി വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കിടന്നാൽ പിന്നെ നമ്മളെ കൈകാര്യം ചെയ്യണത് ആരാ? അള്ളാഹ്. പിന്നെ നമ്മളെല്ലാവരുടെയും ആത്മാവിനെ അള്ളും ചെയ്യുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്, നമ്മളറിയുന്നില്ല. കൊണ്ടുപോയിട്ട് അള്ള നേരം വെളുക്കുമ്പോൾ പിന്നെയും കൊണ്ട തരിക. ചിലവരാണ് പിടിച്ചു വെക്കുക, ഓലാണ് എന്ത് ചെയ്യണത്? വാതിൽ മുട്ടിയിട്ട് എണീക്കണില്ല എന്ന് പറഞ്ഞേ. എത്ര നേരം മുട്ടി, 2 മണിക്ക് എണീറ്റതാ, മൂത്രം ഒഴിക്കാൻ പോയതൊക്കെ ഞാൻ കണ്ടതാ. പിന്നെ 5 മണിയായപ്പോൾ മുട്ടിയിട്ട് എണീക്കണില്ല. അള്ളക്ക് അങ്ങനെ കണക്കുണ്ട്. ടൈമായവരവിടെ വെച്ചേക്കൂ, അല്ലാത്തവരെ തിരിച്ചു വിടുക. എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മണ്ടത്? മരിക്കാന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയല്ലേ? പേടിക്കണ്ട, എന്നും മരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജീവൻ അള്ള തരുന്നത് കൊണ്ടാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞ് അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദ മാ മാതനാ. ആ ജീവൻ കിട്ടിയാൽ അള്ളാഹ്ക്ക് സ്തുതി ചെയ്യുക, അല്ലെങ്കിൽ പോയി ചെല്ലേണ്ടിയില്ല. അപ്പൊ ഇങ്ങനെയായി ആണ് നമ്മൾ റസൂലുള്ള അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള എല്ലാ കാര്യവും. പെണ്ണുങ്ങൾക്കൊക്കെ എന്തോരം പുണ്യം നേടാം. എന്ത് ചെയ്യുമ്പോൾ വലത്തേനെ മുന്തിക്കുന്നിടത്തും വലത്തേനെ മുന്തിക്കുക, ബിസ്മി ചെല്ലേണ്ടടുത്ത് ബിസ്മി ചായി. ഒരു ദിവസം തന്നെ എത്ര പേജ് കണക്കിന് പുണ്യങ്ങൾക്ക് എഴുതി വെക്കാണ്ടോ? ആണുങ്ങൾക്കില്ല എന്നല്ല പറഞ്ഞേ, ആണുങ്ങൾ വലിയ കൊമ്പന്മാരാണല്ലോ. പെണ്ണുങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ചിലതൊക്കെ ആണുങ്ങൾക്കല്ലല്ലോ, ഞങ്ങൾക്കില്ലാലോ, ഞങ്ങൾ പോലും തമ്മിൽ വ്യത്യാസം എന്നൊക്കെ നിങ്ങൾ പറയലുണ്ട് അല്ലേ? എന്നാൽ ചില സ്ഥലത്തൊക്കെ മത്സരിച്ച് നേടിയെടുക്കാൻ ആർക്ക് സാധിക്കും? പെണ്ണുങ്ങൾക്ക് കഴിയും. ഓരോ എല്ലാ പ്രവൃത്തികളിലും
ഓരോ സംഗതികളിലും നല്ല തീരുമാനവും നല്ല നീയത്തും വിചാരിച്ചാൽ അതിനൊക്കെ കൂലിയാണ്. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മൾ ഏതാ പിൻപറ്റണേ? സുന്നത്തിനേക്കാളേറെ വിധേയത്തായിരിക്കും നമ്മൾ ചെയ്യാം. നല്ലോണം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്നിട്ടുള്ളവരെ ഏതോ ഞാൻ എനിക്കൊരു സംഗതി പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി, ഓൾ തുടങ്ങിയാൽ ചെയ്യാം. ഞാൻ ഇന്നലെ ഒരു സ്ഥലമൊന്നും ഞാനിപ്പോൾ പറഞ്ഞു തരികയില്ല, എന്നെ മാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നറിയാം. ഏതെങ്കിലും സ്ഥലമൊന്നും പറഞ്ഞു കൊടുക്കൂല. സംഗതി വലിയ അടുത്ത ചെങ്ങന്മാരാണ് രണ്ടാളും, ഭയങ്കര ചങ്ക. എന്നിട്ട് പിന്നെ എല്ലാ കാര്യത്തിലും ഓരോന്ന്, അതുകൊണ്ടാണല്ലോ ചങ്ക് പറയുന്നത്. പക്ഷെ ഇവള് രണ്ട് രീതിയിലാണല്ലോല. എന്നാലും ഓള് പറഞ്ഞ് പിന്നെ ഓളെ പ്രശ്നമൊക്കെ ആർക്കറിയാം, ചങ്കിനും അറിയാം. അപ്പൊ എന്നിട്ട് ഈ ചങ്ക് പറയുകയാണെന്ന്, ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോയേ, എനിക്ക് ഭയങ്കര സന്തോഷമായി, റാഹത്തായി എന്ന് പറയും. പിന്നെ അപ്പം ഇംഗ്ലീഷോളെ തലേക്ക് കയറി കൂടി വീട് പോയി കഴിച്ചിലായില്ലേ. എന്നാ ഞാൻ അപ്പോൾ പറയും, നിന്റെ പേര് പോന്നാൽ മതി, ആരും കാണുകയല്ല, വേറെ ആരും ഒന്നും കാണില്ല, നിന്റെ പേര് പോന്നാൽ മതി എന്നൊരു ദിവസമൊക്കെ നിശ്ചയിച്ച് നീ ഇൻ്റെ അപ്പുറത്ത് തന്നെ പറഞ്ഞ് അപ്പുറത്തുനിന്ന് ബസ് കയറിക്കുക, ഞാൻ ഇപ്പുറത്തുനിന്ന് ബസ് കയറിക്കോളാന്നറിയും. ഇതൊക്കെ പോയി കഴിഞ്ഞ് വല്ല രണ്ടാമത് സ്ഥലത്തൊക്കെ പോയി ഇബിലീസ് കയറാൻ വല്ല വഴിയുണ്ടോ? ഇതാണ് ഇബിലീസിന്റെ പണി. ഇങ്ങനെ നമ്മൾ മര്യാദയ്ക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണം. നമ്മൾ വഴിതെറ്റിപ്പോലെ ഇങ്ങനെ സിറാത്തുൽ മുസ്തഖീമിന് ടക്ക നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് ചാടിപ്പോവുക. പിന്നെ നമ്മൾ എടുക്കാത്തുന്നത് നരകത്തിൽ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ വളരെ റസൂലുള്ളാഹിന്റെ സുന്നത്തായി നമ്മൾ മനസ്സിലാക്കി. എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ട്. അത് ഓരോന്ന് വിശദീകരിച്ചാൽ ഏത് കാലത്താ തീരാന്ന് എനിക്ക് ഓർമ്മയില്ല, അത് വിശദീകരിക്കുന്നില്ല. ഏതൊരു സംഗതിയിലും റസൂലുള്ളാഹിന്റെ സുന്നത്തുണ്ട്. മനസ്സിലായില്ലേ? ആ സുന്നത്ത് ഏതാണെന്ന് പഠിക്കുന്നിടത്താണ് നമ്മളെ പ്രശ്നം. മനസ്സിലായില്ലേ? അത് ഓരോ വിഷയവും പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉളു എടുക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ അതിനെന്നെ ക്ലാസ് വെക്കണം. എന്നിട്ട് പിന്നെ ഒരു നിസ്കാരമാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യണത്, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തിലെ ഈ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് സംഘടിപ്പിക്കണം. എന്നിട്ട് അത് ചിലപ്പോൾ 2, 3, 4 ആഴ്ച പറഞ്ഞിട്ട് വേണം നിസ്കാരം സുന്നത്തനുസരിച്ചാണോ അല്ലേന്ന് അപ്പം തിരിയേണ്ടത്. നമ്മളൊക്കെ ചെയ്ത് കാട്ടിക്കൂടിയിട്ടുണ്ടല്ലോ. നമ്മൾ ഒതു എടുക്കുന്നുണ്ട് അല്ലേ? ഒതു എടുക്കുന്നുണ്ട്. എന്തെന്നാ നമ്മൾ ഒതു, എന്തെന്നാ നമ്മളെ നിസ്കാരം, അത് റസൂലുള്ളാഹിന്റെ ചര്യ അനുസരിച്ച് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. എന്നാൽ അറിയാം ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്തനുസരിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അന്നപ്പം നമുക്ക് തിരിയും. അങ്ങനത്തെ ഓരോ വിഷയവും അത് സ്വീകരിക്കാത്തതാണ്, അത് അംഗീകരിക്കാത്തതാണ്, അത് ജീവിതത്തിൽ പകർത്താത്തതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. തിരിഞ്ഞോ? 2 കഴിഞ്ഞല്ലോ. ഇനി പറയണോ? 3-ാമത്തത്. റമളാൻ മാസം എന്തിനാ നമുക്ക് നിശ്ചയിക്കപ്പെട്ടത്? ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ ഏത് മാസാ? ശഅബാൻ മാസത്തില? ശഅബാനല്ല ആണോ? ഒരു സംശയമില്ലല്ലോ. റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയത് ആണ്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു ഫമൻ ഷഹിദ മിൻകും, നിങ്ങൾ ആരെങ്കിലും ഫമൻ ഷഹിദ ഹാജറുണ്ടെങ്കിൽ മിൻകും ഉശ്ശഹ്റ, ആ മാസത്തിൽ ജീവനോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഫൽയസുമുഹു, ആ മാസത്തെ നോമ്പാക്കണം. ശരിയാണ്. നമ്മൾ എന്താക്കി? അതിനനുസരിച്ച് നമ്മൾ നോമ്പും എടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസമായിട്ടാണ് നോമ്പെടുക്കുന്നത്. ഖുർആൻ്റെ ഒരു വാർഷികമാണിത്. നമ്മൾ തുടങ്ങിയോ ഇല്ല എനിക്ക് ഓർമ്മയില്ല, ഞാൻ ചോദിക്കണില്ല, ആരോടും ചോദിക്കണില്ല. ഈ 11 13 എത്രയും നോമ്പെന്ന് വെച്ചാൽ ഈ നോമ്പ് ആയപ്പോത്തിന് ഖുർആനും ഞാനും നമ്മളും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിട്ടുണ്ട്? ഒന്ന് പഠിക്കാം. വീട്ടിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ? അല്ല ഇബ്ലീസ് ടെൻ്റ് കെട്ടി കൂടിയോ? എല്ലാ റൂമിലും ഇബ്ലീസ് ടെൻ്റ് കെട്ടു ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ. ഒരു സംശയമില്ല. നമ്മൾ വലിയ മുൻപൾക്കും ഇൻ്റെ പേർക്ക് 10 കോടി അയക്കിന് അല്ലെങ്കിൽ 2 കോടി അയക്കിന്, അവിടെ അത്ര അയക്കിന്. എടോ ഞാനൊരു അടുക്കള ഉണ്ടാക്കിക്കിന്, എന്തെല്ലാം പുകില നമ്മൾ പറയുക. അടുക്കളൻ്റെ വലുപ്പവും പെരുമയും തീ കത്തിക്കൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കല. ആൾക്കാർ വെറുതെ ഉണ്ടാക്കുക, തീ കത്തിക്കൂല. അതിനൊന്നുമല്ല, അത് കാണാൻ ഒരടുക്കള പോലായിട്ട് 2 അടുക്കള. 2 അടുക്കളയിൽ ഒരു പണിയും നടക്കണില്ല. ഫോൺ ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് ഹോട്ടലിൽ നിന്ന് സാധനം വരുത്തിച്ചിട്ട് ഇങ്ങനെ ബാനടി തിന്ന് കിടക്കുക. ഇപ്പോൾ ഒരൊറ്റ അടുക്കളയിലും തീ പുകയുന്നില്ല, പണിയെടുക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇതൊക്കെ ഇന്നങ്ങൾ ദേഷ്യം പിടിക്കേണ്ട. എൻ്റെ തന്തിക്കോളികൾ എല്ലായിടത്തും ഇതാണെന്ന് വിചാരിച്ചോളി.
അങ്ങനെയാണ് സ്ഥിതിഗതി നടക്കുന്നത്. പക്ഷെ ഈ പുകിലൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, നമ്മളെ വീട് നമുക്ക് ആകെ കൂടി നമ്മൾ ആഗ്രഹിച്ചത് ജീവിതത്തിൽ നമുക്ക് എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ച് സന്തോഷമായില്ലേ, 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേന് ആടെ എന്തെങ്കിലും ആക്കി ഒന്ന് മാറണം, വാടകക്കാരുടെ തിരക്കേടില്ല പോകണം. ഇതാണ് നമ്മൾ ചിന്തിക്കുക. വാടകക്ക് താമസിച്ചാൽ അൽഹംദുലില്ലാ ഇതെൻ്റെ തന്നെയാണ്, നമ്മൾ അങ്ങനെയാണല്ലോ കഴിഞ്ഞു കൂടുക. ഓക്കെ, പിന്നെ നമ്മൾ ആഗ്രഹം വരുന്നത് എന്താ, ഉള്ള പൊന്നെല്ലാം കൂടി വിറ്റിട്ട് എന്തെങ്കിലും ആക്കിയാലും ഒരു ചെറ്റ വെച്ചെട്ടിയാലെങ്കിലും ഒരു സന്തോഷമാവുമെന്ന് നമ്മൾ ഏതൊരു ഉമ്മാരും വിചാരിക്കണ പോലെ മനസ്സാ സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ ഉണ്ടായി. ചിലവരതിനും വേണ്ടിയിട്ട് എവിടുന്നാ കിട്ടണമെന്ന് ഓർമ്മയില്ല, ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് എന്തെല്ലാം ഉണ്ടാക്കേണ്ടിയെന്ന് ഓർമ്മയില്ല. പക്ഷെ റസൂൽ പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ റസൂൽ പറഞ്ഞേ? എത്ര ചെറുതായാലും ശരി, എത്ര വലുതായാലും ശരി, ആ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നില്ല എങ്കിൽ ആ കാണുന്ന പള്ളിപ്പറമ്പും ഈ വീടും ഒരുപോലെയാണ്. നിങ്ങൾ തിരിഞ്ഞോ? ഞാൻ പറഞ്ഞേ തിരിഞ്ഞണോ? നമ്മളെ വീട്ടിൽ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ നമ്മളെ വീടും പള്ളിപ്പറമ്പും സെയിം. അത് ഓർത്താൽ മതി നിങ്ങൾ. മനസ്സിലായോ? അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ റമദാനിൽ ഒരു തീരുമാനം എടുക്കുക. ദിവസം 10 മിനിറ്റ്, അധികം വേണ്ടേ? വേണ്ട. ഇബ്ലീസ് സമ്മതിക്കൂല. ഒരു 10 മിനിറ്റ് എങ്കിലും മക്കളെ കുത്തിരിപ്പിച്ചിട്ട് ഒരാൾ വായിക്കുക. തഫ്സീർ ഇല്ലാത്തൊരു പോലെ ഇപ്പൊ എന്തോ കാസിമാഷെ, തഫ്സീർ ഇല്ലാത്ത വീടുകൾ കുറവല്ലേ? ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഖുർആൻ ഉള്ളോടത്ത് തഫ്സീർ വെച്ചിട്ട് മലയാളമാണ് മലയാളം, ഇംഗ്ലീഷാണോ ഇംഗ്ലീഷ്, ഏതാണോ തിരിയണത് അത് ഒരാൾ വായിക്കുക. ഒരു 3-4 ആയത്ത് വായിക്കുക ഒരു ദിവസം. അതിന് പാകം കൂടി വേണ്ടത് 5 മിനിറ്റാ അല്ലെ 10 മിനിറ്റ്. അതിനൊരു നിയ്യത്ത് നമ്മൾ എടുക്കുക, ഒരു തീരുമാനം എടുക്കുക. ഇനി എൻ്റെ വീട് ഖബർസ്ഥാനാക്കൂല, എൻ്റെ വീട് ഒരു ബർക്കത്തും അപ്പം ഇരക്ക് ഉണ്ടാവില്ല കേട്ടോ. ഖുർആൻ ഓതാത്ത വീട്ടിൽ ഒരു നമ്മൾക്കുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം ഇപ്പം കിട്ടിത്തുടങ്ങിയില്ലേ? നമുക്കൊക്കെ ഉള്ള പ്രശ്നം, നമ്മളെ വീട്ടിലെ പ്രശ്നം എന്താ തീരാത്തത്, നമ്മൾ ഇടങ്ങേറെന്താ പരിഹരിക്കപ്പെടാത്തത്, എൻ്റെ മോളെ കാര്യം, എൻ്റെ മോൻ്റെ കാര്യം, പിന്നെ ചിലർ സൂക്കേട്, അസുഖം, എന്ത് വേണ്ട എന്തെല്ലാം ഇടങ്ങേറ് നമ്മളെ പുരയിലുണ്ട്. ഇതൊക്കെ വീട്ടിലൊരു ബർക്കത്തുണ്ടെങ്കിൽ, വീട്ടിൽ റഹ്മത്ത് ചൊരിയുന്നുണ്ടെങ്കിൽ, നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവും. മല പോലെ വരും, മഞ്ഞ് പോലെ ഉരുകിപ്പോവും. ഇതാണ് ശരി. അള്ളാഹ് അങ്ങനെയാണ് നമ്മളെ കുറിച്ച്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അറഫ്തുമുൽ ഖുർആനെ നിങ്ങൾക്കും നമ്മൾക്കും നന്നായിട്ട് അറിയാം. ഇത് റമളാൻ മാസമാണ്, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പക്ഷേ വലം തഅമലു ബിഹി, ഖുർആൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരമലും എടുക്കുന്നില്ല. ഞാൻ അവസാനിപ്പിക്കാം, ഇനി അധികമൊന്നും സംസാരിക്കൂല. പറയുകയാണെങ്കിൽ ഇനി അസർ വരെ വേണമെങ്കിൽ കുത്തിരുന്ന് പറയാം. എനിക്ക് അടുത്ത ക്ലാസ്സിന് പോകാനുണ്ട്. 2 കാര്യോട് പറഞ്ഞുതരാം. ഇന്നൽ ജന്നത ഹഖ്കുൻ, എന്താ അതിൻ്റെ അർത്ഥം? സ്വർഗം അത് സത്യമാണ് അല്ലേ? അതുപോലെ അതിനൊരു ഓപ്പോസിറ്റും ഇല്ലേ? എന്താണ്? നരകം. ഇന്നന്നാറ ഹഖ്കുൻ, നരകവും സത്യമാണ്. സ്വർഗം എന്ന് കേൾക്കുമ്പോൾ സന്തോഷം. നരകത്തിൻ്റെ കാര്യമൊന്നും ആരോടും പറയാനും പറ്റൂല. ഖബറിൻ്റെ കാര്യം, നരകത്തിൻ്റെ കാര്യമൊന്നും ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. മൂപ്പരിപ്പോൾ ഖബറിന് ഇപ്പം വന്നതാന്നൊക്കെ ചോദിക്കുക. ഇത് ഖബറിലെ കാര്യങ്ങളൊക്കെ കൂടി പറയുമ്പം പറയാ മൂപ്പരിപ്പാടുന്ന് വന്നതാ. പിന്നെ ചിലവരുണ്ട് ഞമ്മക്ക് പറ്റിയത് എടുക്കും, പറ്റാത്തത് ഞമ്മക്കിട്ട് പറ്റിയില്ല. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം ഇറങ്ങിയിട്ട്. ഏത് ബുദ്ധിക്ക് യോജിക്കുന്നത് എടുക്കുക, ബുദ്ധിക്ക് പറ്റാതെ. നബി അല്ല ആര് പറഞ്ഞാൽ നിൽക്കണില്ല. നബി പറഞ്ഞതിനപ്പം നമുക്ക് അങ്ങനെ ബുദ്ധിക്ക് കൊടുക്കണം. സഹിയായി റിപ്പോർട്ട് ചെയ്ത ഒരു സംഗതി പിന്നെന്തിനപ്പം നമ്മൾ ബുദ്ധിക്ക് കൊടുക്കണേ? നമ്മളെ അന്ധമായി അനുകരിക്കാൻ ആരേ പാടുള്ളൂ? റസൂലുള്ളാനെ. റസൂലുള്ള കൊണ്ടുവന്നത് എന്തും അങ്ങനെ തന്നെ അംഗീകരിക്കണം അല്ലേ? റസൂലുള്ള മിൻ ഫിഇലിൻ കാണിച്ചു തന്നത്, ഔ കൗലിൻ റസൂലുള്ള പറഞ്ഞത്, അതല്ലെങ്കിൽ റസൂലുള്ള അനുവാദം നൽകി, ഇതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. വേണ്ടേ? അത് പറഞ്ഞത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക വേണ്ടത്. അപ്പം സ്വർഗവും നരകവും അത് സത്യം. അതൊക്കെ നിശ്ചയിച്ചതാരാ? അത് രണ്ടും നിശ്ചയിച്ചതാരാ? അല്ല തന്നെ. സ്വർഗത്തിൽ പോകുന്നവൻ നാളെ പരലോകത്ത് വരുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ ഇന്നോലാണെന്ന് അറിയുന്ന. അതിലൊരു കൂട്ടർ നോമ്പുകാരാ, ഒരു കൂട്ടർ നോമ്പുകാർ. നമ്മൾ പെടുന്ന നോമ്പുകാരുണ്ടാവും, ലക്ഷക്കണക്കിന് നോമ്പെടുത്ത ആൾക്കാർ അപ്പുറത്ത് കൂടി ഇങ്ങനെ പോണേ. നമ്മൾ ഇവിടെ ഇങ്ങനെ കുട്ടിയത്തെ കുരങ്ങില്ലാതെ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ടാവും. കാരണം നമ്മളെ നോമ്പ് അത്ര പവൻ മാറ്റി നോമ്പായി ഉണ്ടാകുകയല്ല. എന്തോ ചില നുണയും വിണയും ഒക്കെ പറഞ്ഞ് നോമ്പുള്ളല്ലോ ആരോ തിന്നു വയ്ക്കുന്നുണ്ടാവും. നല്ലോണം നോമ്പെടുത്തോലും അതിലൂടെ പോകും.
ഓൾക്ക് പോകാനായിട്ട് ഒരു വാതിലുണ്ട് സ്വർഗത്തിൽ. ഇതിൻ്റെ പേരറിയാം നിങ്ങൾക്ക്? റയ്യാൻ. യെസ്, യുഖാലു ലഹു അർ-റയ്യാൻ. ഇന്ന ഫിൽ ജന്നത്തി ബാബ്. സ്വർഗത്തിലൊരു വാതിലുണ്ട്, അതിൻ്റെ പേര് റയ്യാൻ എന്നാണ്. അല്ലേ? അത് നമുക്ക് അലോണം അറിയാം. ഇന്നലെ ഒരു പെണ്ണുങ്ങൾ എന്നെ കടവത്ത് എവിടെയോ തന്നെ എന്നെ വിളിച്ച് ചോദിച്ച്, പിന്നെ ഉസ്താദെ, പിന്നെ സ്വർഗത്തിൽ ഇങ്ങനെ ഒരു വാതിലുണ്ടല്ലോ, അതിൻ്റെ പേര് എന്ത് റയ്യാൻ ആണല്ലേ? ആ, റയ്യാനാണ്. എന്നാൽ കാഹളത്തിൽ ഊതുന്ന, പിന്നെ കാഹളത്തിൽ ഊത്തില്ലേ, ആ കാഹളത്തിൽ ഊത്തുന്ന ആ കാഹളത്തിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിനോട്. ആ, എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ മനസ്സിലാക്കുന്നത്. അത് ഈ സ്വർഗത്തിൻ്റെ ആയത് കൊണ്ട് നമ്മളെ മനസ്സിൽ വേറെ നിൽക്കൂ. അത് നമുക്ക് ഭയങ്കര ആവേശമുള്ള കാര്യമാണല്ലോ. നേരെ മറിച്ച് ഈ കാഹളത്തിൽ ഊതിനെ, ആ ഊത്തിൻ്റെ കാഹളത്തിൻ്റെ പേരെന്താന്ന് വെച്ചപ്പോൾ വേറെ ആർക്കും ഓർമ്മയില്ല. അതിൻ്റെ പേര് ഇനി ഞാൻ പറഞ്ഞുതരാം, ബൂക്ക് എന്നാണ്. എന്താ പേര്? ബൂക്ക്. വൈദാനുഫിഖഫിസ്സൂരിന്നറിയില്ലേ? കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ 2 ഊത്ത് വരും. അതിൽ ഒന്നാമത്തെ ഊത്തും രണ്ടാമത്തെ ഊത്തും. ആ ഊതുന്ന കാഹളത്തിന്, കാഹളം എന്ന് പറയുന്ന ഒരു തീച്ചൂളയാണ്, അതിൻ്റെ പേരാണ് ബൂക്ക്. തിരിഞ്ഞോ? ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിന്നെ ഇതിലേക്ക് പോകുന്ന ആളുകൾ, നോമ്പുകാർ മാത്രം പോണ ഒരു വഴിയാണ്. ലാ യദ്ഖുലുഹു ഇല്ല സായിമൂൻ. അതിലെ നോമ്പുകാർ മാത്രമേ പോകൂ, വേറൊരു കൂട്ടക്കാരും അതിലൂടെ പാസ് ചെയ്യൂല. അതിലൂടെ ആ വാതിൽ കൂടി വേറൊരു കൂട്ടരിപ്പുറത്തുനിന്ന് കാണാം, ഓല അവയവങ്ങളൊക്കെ ശരിക്കും തിളങ്ങി വിളങ്ങും. ഒന്നും എടുത്തിട്ട് ഇങ്ങനെ ഒന്നും എടുത്തോലല്ല. ഏത് ഇങ്ങനെ ചിലവർ തുടക്കല, ഇങ്ങനെ ആ തുടച്ചോലല്ല. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും അങ്ങനത്തെ ക്ലാസ് വെച്ച് കൊടുക്കുന്ന ക്ലാസ്സിലാണ്. ഒന്നു എടുക്കുമ്പോൾ ശരിക്ക് അവയവങ്ങളൊക്കെ ശരിക്ക് കഴുകി എല്ലാ ഭാഗവും കയറ്റി കഴുകേണ്ടടുത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ തന്നെ ഒന്നുവെടുത്ത ആൾക്കാരൊക്കെ കാണാൻ അപ്പുറത്തോട്ട് പോകണം. നമ്മൾ ഇവിടെ അങ്ങനെ ഒത്തിരിക്കുന്നുണ്ടോ? എൻ്റെ കാര്യം ഓല് മര്യാദക്ക് ഒന്നുവെടുത്തോലെ ഓലെ കാണുമ്പോൾ തന്നെ എങ്ങനെ ലൈറ്റ് കത്തിയാ വരിക. ഏത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെച്ചില്ലേ, ഓ ചില പുരൻ്റെ അകത്തൊക്കെ നോക്കിക്കൂടെ, ലൈറ്റ് കത്തിയിട്ട് ഒരു നിവൃത്തിയില്ലല്ലേ, ഏത് നോക്കിയാലും അറിയാം. അതുപോലെ നാളെ നമ്മൾ പരലോകത്ത് വരുമ്പോൾ ഇങ്ങനെ കത്തി വിളങ്ങി വരുന്ന ഏതാ മര്യാദക്ക് ഒന്നും എടുത്തോലെ. അങ്ങനെ ഒരു കൂട്ടർ. വേറൊരു കൂട്ടരുണ്ടാവും, നീലക്കണ്ണന്മാരായിട്ട് വരുന്ന. നീലക്കണ്ണൻ എന്ന് പറഞ്ഞാൽ കണ്ണ് നീലാകുകയല്ല, കരിവാഴ്ചിട്ടാണ് മുഖമൊക്കെ കൂടി. നമ്മൾ തന്നെ ചോദിക്കല്ലേ, നല്ല മളെ നിനക്കെന്തേ പറ്റിയേ, നീ ഇപ്പം എന്താ ഇങ്ങനെ ആയത്, തടിയൊക്കെ എനിക്കെൻ്റെ മുഖമെല്ലാം കൂടി ഒട്ടിക്കല്ലോ, എന്താ ഇപ്പം എൻ്റെ വിഷമോ, എൻ്റെ ക്ഷീണം എന്താന്ന് നമ്മൾ ചോദിക്കല്ലേ. നമുക്കറിയാം ഒരാളെ ബോഡി ലാംഗ്വേജ് അതെന്താണെന്ന്, നമുക്ക് ആ ഭാഷ നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഓ ഇപ്പം എന്തോ ഒരു കാര്യമായിട്ട് എന്തോന്ന് കിട്ടിക്കല്ലോ, എന്ത് ഭയങ്കര സന്തോഷം ഉണ്ടല്ലോ എന്ന് നേരെ തിരിച്ചും ചോദിക്കും. നാളെ പരലോകത്തൊരു കൂട്ടർ വരും, ഇന്നൽ മുജിരിമീന. അതാരാ? കുറ്റവാളികളാ. കുറ്റം ചെയ്ത ആളുകൾ ഇങ്ങനെ നടന്നു വരും. അവർ വരുന്നത് സുർക്കാന്ന ഖുർആൻ പറഞ്ഞത്. അവരുടെ കണ്ണുകൾ നീലക്കണ്ണ്, അല്ലെങ്കിൽ ഒന്നായി കരിവാഴ്ച വരുന്ന ഒരു കൂട്ടരാണ്. പോലെ കണ്ടാൽ അറിയാം ഒരു കുറ്റവാളികളാണ്. വേറൊരു കൂട്ടരുണ്ട്, പിന്നെ നിറത്തിനയും ഒരനുഗ്രഹത്തിലാണ്. അവരെ അവരെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര പ്രകാശവും തെളിച്ചയും സന്തോഷവും. അവരാരാ? സ്വർഗാവകാശികളാ. ഇങ്ങനെ പല കൂട്ടക്കാരും വരും സ്വർഗത്തിൽ. എന്നാ നരകമുണ്ട് ഇപ്പുറത്ത് നരകം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ സ്ഥിതി സൂറത്ത് മുൽക്കെടുത്തൊന്ന് വായിച്ചു നോക്കി. ആദ്യ ഭാഗത്ത് അവിടെ കാണാം, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ആരാ നിങ്ങൾക്കറിയോ? തേക്കിൻ്റെ കൊള്ളിയ. യെസ്, അറിയാം. കല്ലുകളെയും മനുഷ്യരെയുമാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇതൊരിക്കലും നിറയൂല. അതായത് രസം. JCB ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ തള്ളുക ചെയ്യാം. ഏത് മനുഷ്യന്മാരാ നരകത്തിൽ. പക്ഷെ എന്തല്ല, നിറയൂല. അതിങ്ങനെ കത്തുന്നു, വരുന്നു, കത്തുന്നു. ഇതിങ്ങനെ കൊണ്ടുപോയിട്ടും JCB ഒന്നായിട്ട് കോരിയിട്ട് കൊണ്ടുപോയി നരകത്തിൽ കൂടുതൽ തള്ളുന്ന ഒരു രംഗം പോകാൻ വിശദീകരിക്കുക. ആ നരകത്തിലേക്ക് ഇങ്ങനെ അവരെ ഇടപെടുമ്പോൾ ദേഷ്യം കൊണ്ട് നരകം ദേഷ്യപ്പെടുകയാണ്, കോപിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ തിളച്ച് ഇവിടെ ഒരു ചെമ്പ് വെള്ളം വെച്ചാൽ അത് കുളുകുളുകുളു എന്ന് ഒച്ച നമ്മൾ കേൾക്കല്ലേ? ഇതൈറ്റാ കുളുകുളു അല്ല, നമ്മളെ കേൾക്കണ കുളുകുളു അല്ല.
തിളച്ചു മറിയ. നരകത്തിൽ ഇങ്ങനെ മനുഷ്യന്മാരിട്ടിട്ട് ഇങ്ങനെ തിളച്ചു മറിയ ശബ്ദം ഇങ്ങനെ കേൾക്കുക. അതിങ്ങനെ കേൾക്കുമ്പം ഫഖാല ലഹും ഖസനതുഹാ, അവിടെ കുറച്ച് ആൾക്കാർ അള്ള വെച്ചിട്ടുണ്ട്. ആരാ? കാവൽക്കാര് എല്ലായിടത്തും ഉണ്ട്, സ്വർഗത്തിൻ്റെ അടുത്തും നരകത്തിൻ്റെ അടുത്തും ഒക്കെ ശരിക്കും ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അവർ ചോദിക്കും, അല്ല ചെങ്ങൈമാർ, നിങ്ങളെന്ത് മനുഷ്യന്മാരാ, നിങ്ങൾക്ക് എന്തേ പറ്റിപ്പോയത്, നിങ്ങൾ എന്തേ ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം? അലം യഅതികും നദീർ, നിങ്ങളെടുത്ത് ഇത് പറഞ്ഞു തരാൻ താക്കീതുകാരൊന്നും വന്നിരുന്നില്ലേ? എന്തേ നിങ്ങൾക്ക് അബദ്ധം പറ്റിയത്? ഖാലൂ ബലാ, ഒരു നുണയൊന്നും പറയൂല. അതെ, യെസ് വന്നിരുന്നു. എന്നിട്ടോ ഫകദ്ദബിന, അതൊക്കെ കളവാക്കി. അങ്ങനെയൊന്നും പള്ള പറയല. ഞമ്മക്കും തോന്നിയിട്ടുണ്ടല്ലേ ചില കടുപ്പപ്പെട്ട കാര്യം നമ്മൾ ആരോ വേല അറിയുമ്പോൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആരോ പറയുമ്പോൾ പറയും അങ്ങനെയൊന്നും അള്ള പറയല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാം കളവാക്കി, എല്ലാം നിഷേധിച്ച് തള്ളി. ഇതാണ് നമ്മൾ നാളെ പറയുന്നത്. എന്നിട്ട് സ്വന്തം വിലപിക്കും, ലൗ കുന്നാ നസ്മഉ, ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, ബുദ്ധി കൊടുത്ത് ആലോചിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫി അസ്ഹാബി സയ്യിർ, ഈ കത്തിജ്വലിക്കുന്ന വേദനയേറിയ നരകത്തിലേക്ക് ഞാൻ പോകേണ്ടിയില്ലായിരുന്നല്ലോ എന്ന് സ്വയം അവിടെ നിന്ന് വിലപിക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല. ദുനിയാവിൽ ജീവിക്കുന്ന കുറഞ്ഞ കാലം സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ചാൽ ഈ പ്രശ്നമൊക്കെ തീരും. നബി നമ്മളോട് പറഞ്ഞെന്താ അറിയോ? നേരം വെളുത്താൽ നിങ്ങൾ ഇനി വൈകുന്നേരത്തെ കാത്തുക്കല്ലേ എന്നാണ്. നേരം വെളുത്താൽ നിങ്ങൾ വൈകുന്നേരം നോക്കരുത്. നേരം വൈകുന്നേരമായാലോ വലാ തന്തലിരി സ്വഭാ, പിന്നെ നേരം വെളുക്കും നിങ്ങൾ വിചാരിക്കേണ്ട. ഏതു സമയവും എപ്പോഴും നമ്മളെ ചെരുപ്പിൻ്റെ വാറില്ലേ കാൽമേ, അതുപോലെ ആ മൗത്ത്. ഇന്നൽ മൗത്ത ഹഖ്ഖുൻ, മരണം അത് സത്യമാണ്. മരണം അത് സത്യ. നേരത്തെ മലക്കുൽ മൗത്ത് വന്ന കഥ അറിഞ്ഞില്ലേ? ഒരു സെക്കൻഡ്, ഒരു നിമിഷം ഞാൻ എൻ്റെ ഉണ്ട് കുറച്ച് മുതൽ ഞാൻ അതൊന്ന് കൊടുത്ത് തീർക്കട്ടെ എന്ന് വിചാരിക്കാൻ നേരം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അന്നപ്പം വിചാരിച്ചിട്ട് കാര്യമല്ല. നല്ല ഓർമ്മയും ബുദ്ധിയും ഒക്കെ ഉള്ളപ്പോൾ ചെലവഴിക്കുക, ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. ഇതാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവധി എത്തിയാൽ ഒരു സെക്കൻഡ് കാത്തു നിൽക്കൂല, അത് അവസാനിക്കും. അതുകൊണ്ട് നബി പറഞ്ഞത് നമ്മളും അങ്ങനെ തന്നെ. അന്നിപ്പോൾ നമ്മൾ നോമ്പെടുത്തില്ലേ, ഇന്ന് രാത്രി നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ നമ്മൾ വിചാരിക്കേണ്ടത് എന്താ പറയുക? അടുത്ത നോമ്പ് നിയ്യത്ത് ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ ഇനിയൊരു നോമ്പ് എനിക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അടുത്ത നോമ്പ് നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയില്ല. അടുത്ത കൊല്ലത്തതല്ല പറഞ്ഞേ, നാളത്തെ നോമ്പ് കിട്ടുമോ, അടുത്ത നിസ്കാരത്തിൻ്റെ വക്ത് നമുക്ക് കിട്ടുമോ, ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇതാണ് മനുഷ്യൻ്റെ സ്ഥിതി. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന എത്ര കാലമാണോ അത്രയും കാലം സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ച് അങ്ങനെ തന്നെ അവസാനം ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയവും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അള്ളാഹ്ക്ക് കൊടുക്കണം. റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യണം. ഖുർആനിനെ അവലംബമാക്കി ജീവിക്കണം. ഇത്രേ നമ്മൾ ചെയ്യണ്ടു. അങ്ങനെ ചെയ്താൽ വളരെ കൃത്യമായി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ നമ്മുടെ നമസ്കാരങ്ങളിൽ, മറ്റ് ആരാധനാ കർമ്മങ്ങളിലൊക്കെ സ്വാഭാവികമായി വരാൻ സാധ്യത ഉണ്ടല്ലോ. അല്ലാഹു തആല അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീടുകളിലും ആശുപത്രികളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ. അല്ലാഹു തആല അവർക്കൊക്കെ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ഇത്ര ആൾക്കാരാ നോമ്പ് വരുന്നതിന് മുമ്പ് മരണം. രാവിലെ മയ്യത്തുകാരൻ, ഉച്ചക്ക് മയ്യത്തുകാരൻ, രാത്രി മയ്യത്തുകാരൻ, എങ്ങനെയാണ് ഓലൊക്കെ മരിച്ചു എന്ന് വിചാരിച്ചില്ല. ഓർക്ക് ഈ നോമ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു. പക്ഷെ അവർ ഈ നോമ്പ് കിട്ടാതെ മരണപ്പെട്ടു പോയി. അപ്പം നമ്മളെന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും അള്ളാഹു നിർമ്മിച്ചു കിട്ടുമാറാവട്ടെ. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. والسلام.